നമസ്കാരം. സഹീർ ശരിക്കും സന്തോഷത്തോടുകൂടി ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിന്നുള്ള ആ 4 സംഘവുമായി മാർക്ക് ഫെല്ലറുടെ മുറിയുടെ അടുത്തെത്തി. ആ സമയത്ത് മുറിക്കുള്ളിൽ മാർക്കിന്റെ പുറത്തുള്ള മുറിവുകൾക്ക് മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗെവിൻ ഗിൽ. തന്റെ ബോഡിയിൽ ഗെവിൻ ഗിൽ മരുന്ന് വെക്കുന്നത് കൗതുകത്തോടെ മാർക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ആ മുറിയുടെ വാതിൽ മലർക്കെ തുറക്കപ്പെടുന്നത്. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് സഹീറാണ്. അകത്തേക്ക് വരുമ്പോൾ തന്നെ സഹീർ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, ഹേ മാർക്ക്, നിന്റെ കൂട്ടുകാരൻ എത്തിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരോ? അതേ മാർക്ക്, ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിന്ന് നിന്നെ തിരക്കി ആളുകൾ വന്നിരിക്കുകയാണ്. വല്ലാത്ത സന്തോഷത്തിൽ സഹീർ അത് പറയുമ്പോൾ അകത്തേക്ക് ആ 4 സംഘം പ്രവേശിച്ചു. അവരുടെ മുന്നിൽ അവരുടെ നേതാവ്, ആ 17 വയസ്സുള്ള ജീനിയസ് എന്ന് വിളിക്കപ്പെടുന്ന ലിയാൻഡർ അക്ഷോഭിനായി നിൽക്കുകയാണ്. അവൻ മാർക്ക് ഫെല്ലറെ ഒന്ന് ഇരുത്തി നോക്കുകയാണ്. മാർക്ക് ലിയാൻഡർ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ലിയാൻഡറോട് പറഞ്ഞു, ഓ നീയാണല്ലേ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആ ജീനിയസ്? അത് കേട്ടതും ലിയാൻഡർ മാർക്കിനോട് പറഞ്ഞു, ആ നീ എന്നെ കുറിച്ച് കേട്ടിട്ടുള്ള സ്ഥിതിക്ക് ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നീ ഇപ്പോ ഞങ്ങളുടെ ഒപ്പം വരുന്നു, അതോ നിന്നെ ഇവിടെ ഇട്ട് തല്ലി പദം വരുത്തി ഞങ്ങൾ കൊണ്ടുപോകണോ? ആ ഡയലോഗ് ലിയാൻഡർ പറഞ്ഞപ്പോ ശരിക്കും ഞെട്ടിയിരിക്കുന്നത് സഹീറാണ്. സഹീറിന്റെ മുഖം വല്ലതെങ്കിലും വിവരണമായി. അവൻ അമ്പരപ്പോടെ ലിയാൻഡറോട് ചോദിച്ചു, യങ് മാസ്റ്റർ, നിങ്ങളുടെ സുഹൃത്തല്ലേ മാർക്ക് ഫെല്ലർ? ഇവൻ ഞങ്ങളുടെ സുഹൃത്താണെന്നോ? ഇവൻ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ പ്രഖ്യാപിത ശത്രുവാണ്. സഹീറിന്റെ കാത് തകർന്നു പോയി എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ലിയാൻഡറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവൻ അമ്പരപ്പോടെ ലിയാൻഡറെയും മാർക്കിനെയും അങ്ങനെ മാറി മാറി നോക്കുമ്പോഴേക്കും അവിടേക്ക് ആ ഹണ്ടർ ഓർഗനൈസേഷന്റെ ലീഡർ കടന്നു വന്നു. അയാൾക്കൊപ്പം വേറെ ആളുകളുണ്ട്. മാർക്ക് ഫെല്ലറെ തിരക്കി ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിന്ന് ആളുകൾ എത്തി എന്ന വിവരം അറിഞ്ഞതുകൊണ്ടാണ് ആ ലീഡറും ബാക്കിയുള്ള ഹണ്ടേഴ്സും അവിടേക്ക് ഓടിയെത്തിയത്. ലീഡർ മാർക്കിന്റെ മുറിയിലേക്ക് കയറി അവിടെ കയറി നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു, എന്താ എന്താ ഏയ് നിങ്ങളാരാ? ശരിക്കും പരിക്ക ശബ്ദത്തിൽ ലിയാൻഡർ അങ്ങനെ ചോദിച്ചതും ആ ലീഡർ ലിയാൻഡറോട് പറഞ്ഞു, ഞാൻ ഈ ഹണ്ടർ ഓർഗനൈസേഷന്റെ ലീഡറാണ്. നിനക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്ക് വേണ്ടത് ഈ മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലറയോ? എന്തിന്? മാർക്ക് ഫെല്ലർ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 ആളുകളെ കൊലപ്പെടുത്തിയ ആളാണ്. അവനൊരു കൊലപ്പുള്ളിയാണ്. അവൻ 2 പേരെ കൊലപ്പെടുത്തിയത് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ 2 ആളുകളെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അവനെതിരെ നടപടിയെടുക്കാൻ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വ്യക്തമായി ലിയാൻഡർ അത് പറഞ്ഞതും പെട്ടെന്ന് അവിടെ ഒരു വല്ലാത്ത നിശബ്ദതയുണ്ടായി. ആ സമയത്തും അക്ഷോഭിനായിരിക്കുന്ന മാർക്ക് ഫെല്ലർ തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. മാർക്കിന്റെ അടുത്ത് നിൽക്കുന്ന ഗെവിൻ ഗില്ലും വല്ലാതെ ഞെട്ടിയെന്ന് പറയാം. പക്ഷെ ഈ സമയത്ത് കിളി പോയി നിൽക്കുന്ന സഹീർ മാർക്കിനോട് പറഞ്ഞു, എടാ മാർക്കേ, നീ എന്റെ പണം താടാ. നിന്റെ പണോ? ഏത് പണം? എടാ നീ എന്റെ 1 മില്യൺ സ്പിരിറ്റ് കോയിൻ വാങ്ങിച്ചില്ലേ, അതെനിക്ക് മടക്കി തരണം, ഇപ്പൊ വേണം. മാർക്കിനെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർ തല്ലിക്കൊല്ലാൻ പോവുകയാണെന്നുള്ള കാര്യം അവൻ അറിയാം. മാർക്ക് കൊല്ലപ്പെടും മുമ്പ് മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ചു പിടിക്കണം. അതുകൊണ്ടാണ് സഹീർ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചത്. അത് കേട്ടതും മാർക്ക് അവനോട് പറഞ്ഞു, ഏയ് നിന്നോട് ഞാൻ പണം ചോദിച്ചില്ലല്ലോ, നീ ഇങ്ങോട്ട് നൽകിയതല്ലേ? മാർക്ക്, നീ എന്നെ പറ്റിച്ചതാണ്. നീ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആളാണെന്ന് എഴുതിയിട്ടില്ലേ ഞാൻ പണം നൽകിയത്? സഹീർ, ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് ഞാൻ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം ശരിക്കും കുറുക്കി വിടുന്ന ചോദ്യമാണ്. ആ ചോദ്യം കേട്ടതും സഹീർ മാർക്കിനോട് പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ ഭാവമൊക്കെ അതായിരുന്നു, മര്യാദയ്ക്ക് എന്റെ പണം തരാം. സഹീർ മാർക്കിനോട് അങ്ങനെ പറയുമ്പോൾ ലിയാൻഡർ പെട്ടെന്ന് തറയിൽ ആഞ്ഞൊന്ന് ചവിട്ടി. അയാളുടെ തറയിൽ ആഞ്ഞൊന്ന് ചവിട്ടിയതും അവിടെ ശരിക്കൊരു തരംഗം ഉണ്ടാവുകയാണ്. താൻ അതിശക്തനായ ഒരു യോദ്ധാവാണെന്ന് സകലരെയും ബോധ്യപ്പെടുത്തത്തക്ക ശൈലിയിൽ ലിയാൻഡർ തറയിൽ ചവിട്ടി എന്ന് പറയാം. ലിയാൻഡർ ഉറക്കെ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ വഴക്ക് കാണാനും കേൾക്കാനുമല്ല ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. മാർക്ക്, നീ ഇപ്പൊ ഞങ്ങൾക്കൊപ്പം വരണം. മാർക്ക് അതിന് മറുപടി പറയാൻ തുടങ്ങും മുമ്പ് ആ ഹണ്ടർ ഓർഗനൈസേഷൻ ലീഡർ ലിയാൻഡറോട് പറഞ്ഞു, ഹലോ മിസ്റ്റർ യങ് മാസ്റ്റർ, അത് പറ്റില്ലല്ലോ. പറ്റില്ലെന്നോ? അതെ, ഈ ഹണ്ടർ ഓർഗനൈസേഷനിൽ നിന്ന് ഒരാളെയും ബലമായി കൂട്ടിക്കൊണ്ടുപോകാൻ ആർക്കും പറ്റില്ല. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? ഞാനേ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ഞങ്ങളെ, അതായത് ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാരെ എതിർക്കാനാണോ ഹണ്ടർ ഓർഗനൈസേഷന്റെ ഭാവം? സുഹൃത്തെ, നിങ്ങൾ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആണോ അല്ലയോ എന്നത് എന്റെയോ ഈ ഹണ്ടർ ഓർഗനൈസേഷന്റെയോ വിഷയമല്ല. ഇവിടെ ഈ ഹണ്ടർ ഓർഗനൈസേഷനിൽ അംഗമായിട്ടുള്ള ആളുകൾ അവരാരാണെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ ലീഡർ നിലയിൽ ഞാനും സഹപ്രവർത്തകർ നിലയിൽ മറ്റാളുകളും ബാധ്യസ്ഥരാണ്. അത് ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആണെങ്കിലും മാറ്റമൊന്നുമില്ല. വളരെ വ്യക്തമാണ് ലീഡറുടെ സ്റ്റാൻഡ്. അത് കേട്ടതും ദേഷ്യം കൊണ്ട് ചുമന്ന ലിയാൻഡർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. നിനക്ക് ഞാൻ ആരെന്ന് മനസ്സിലായിട്ടില്ല അല്ലെ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈ ഒന്ന് ഉയർത്തിയതും ലീഡറുടെ കയ്യിൽ ആ വെളുത്ത ആ എല്ല് പ്രത്യക്ഷപ്പെട്ടു.
ശരിക്കും ഒരു വാക്കിംഗ് സ്റ്റിക്കിന്റെ ആകൃതിയിലുള്ള ആ വെളുത്ത എല്ല് പ്രത്യക്ഷപ്പെട്ടപ്പോ ആ എല്ലിൽ നിന്ന് തികച്ചും ശാന്തമെന്ന് തോന്നുന്ന ഒരു പ്രകാശം ആ എല്ലിന് ചുറ്റും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രകാശത്തിന് വല്ലാത്തൊരു പവർ ഉണ്ടെന്ന് അത് കാണുന്ന ആർക്കും മനസ്സിലാവും. ആ വൈറ്റ് ബോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ലീഡർ ലിയാൻഡറോട് പറഞ്ഞു, ഏയ് നിങ്ങളുടെ കളി ഞങ്ങളോട് വേണ്ട. ശരിക്കും ദേഷ്യം കൊണ്ട് ചുവന്നു നിൽക്കുകയാണ് ലിയാൻഡർ. ലിയാൻഡർ പെട്ടെന്ന് മുന്നോട്ട് കുതിക്കാൻ പോയതും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ മൈറ്റി ലെവൽ ഫൈറ്റേഴ്സിൽ ഒരാൾ ലിയാൻഡറുടെ കയ്യിലേക്ക് പിടിച്ചു. മാസ്റ്റർ പ്ലീസ് പ്ലീസ് അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ലിയാൻഡറുടെ ചെവിയിലോട്ട് പറഞ്ഞു, മാസ്റ്റർ ആ ബോണ് ഒരു ഡിവൈൻ ആയുധമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡിവൈൻ ആയുധമില്ല. നമ്മൾ ആ ആയുധത്തോടെ ഏറ്റുമുട്ടിയാൽ പരാജയപ്പെടും. വളരെ വ്യക്തമായ ഒരു നിരീക്ഷണമാണ് ലിയാൻഡർക്ക് ഒപ്പമുള്ള ആള് അതിവേഗതയിൽ നടത്തിയത്. അയാൾ പറഞ്ഞത് കേട്ടതും ലിയാൻഡർ കൈയൊന്ന് താഴ്ത്തി. ശരിക്കും അയാൾ ആ ലീഡറെ ഇടിക്കാനായി കൈ ഉയർത്തിയതാണ്. അങ്ങനെ ഇടിച്ചിരുന്നുവെങ്കിൽ ആ നിമിഷത്തിൽ ആ ലീഡറുടെ കയ്യിലെ ആ ഹെവൻലി ബോൺ അതിന്റെ ശക്തി തിരിച്ചു കാണിച്ചനെ. ആ ഡിവൈൻ ആയുധത്തിന്റെ പവറിന് മുന്നിൽ ലിയാൻഡർ ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യം ലിയാൻഡറിന് പെട്ടെന്ന് മനസ്സിലായി. ലിയാൻഡർ ആ ലീഡറെയും കൂടെയുള്ള ആളുകളെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നിനക്ക് എത്ര നേരം എത്ര നാൾ ഇവിടെ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ കഴിയുമെന്ന് എനിക്കൊന്ന് കാണണം. അങ്ങനെ പറഞ്ഞിട്ട് ലിയാൻഡർ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ലിയാൻഡർക്കൊപ്പം അയാളുടെ ഒപ്പം വന്ന ആളുകളുമുണ്ട്. അവര് അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ലീഡർ മാർക്ക് ഫെല്ലറെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് മടങ്ങുകയും ചെയ്തു. ലീഡർ പോയി കഴിഞ്ഞതും ബാക്കി ഹണ്ടേഴ്സ് മാർക്കിനെ അങ്ങ് വളയുകയാണ്. മാർക്ക് ഫെല്ലർ, ഇത് എന്താ സംഭവം? എങ്ങനെ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായി നീ ഉടക്കിയത്? അവര് വലിയ സംഭവമല്ലേ? അത് കേട്ടതും മാർക്ക് അവരോടായി പറഞ്ഞു, അതൊക്കെ ഒരു നീണ്ട കഥയാണ്. അതങ്ങനെ സംഭവിച്ചു പോയെന്നേ ഉള്ളൂ. ഞാൻ അവരോട് ഉടക്കണമെന്ന് വിചാരിച്ചിട്ട് ഉടക്കിയതൊന്നുമല്ല. ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഓട്ടത്തിനിടയിൽ അവരുമായി ഏറ്റുമുട്ടേണ്ടി വന്നതാണ്. മാർക്ക് അങ്ങനെ പറയുമ്പോൾ ജിൻസൺ മാർക്കിനടുത്തെത്തി. മാർക്കിന്റെ പുറത്തു തട്ടിക്കൊണ്ട് ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ പേടിക്കണ്ട, ഇവിടെ നീ സുരക്ഷിതനാണ്. ലീഡർ എന്തു വന്നാലും നിനക്കൊപ്പം ഉണ്ടാവും. ജിൻസൺ ആ ഹണ്ടർ ഓർഗനൈസേഷനിൽ വന്ന ഓർഡർ മാർക്കിന് കൊടുക്കാതെ മാർക്കിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച സമയത്ത് ലീഡർ ഇടപെട്ട് ആ ഓർഡർ വാങ്ങി മാർക്കിന് കൊടുത്തിരുന്നു. ആ സമയത്ത് ലീഡർ നിയമം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളും അങ്ങനെ ഒരു ഫീലാണ് മാർക്കിന് ഉണ്ടായത്. പക്ഷെ ഇപ്പം വീണ്ടും ആ കഥ ഒരിക്കൽ കൂടി ഉറക്കുകയാണ്. ഹണ്ടർ ഓർഗനൈസേഷന്റെ നിയമാവലിയിൽപ്പെട്ട ഒന്നാണ് അവരുടെ ഒരു അംഗത്തെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. ആ ലീഡർ അതും ഇതാ പാലിക്കുകയാണ്. ആളുകൾ ഓരോരുത്തരായി ഓരോരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ സഹീർ അമ്പരപ്പോടെ ആ ഹണ്ടർ ഓർഗനൈസേഷനിൽ നിന്ന് പ്രധാന പാതയിലേക്ക് നടന്നു പോകുന്ന ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകളെയും അകത്ത് ആ ഹണ്ടേഴ്സിന് ഇടയിൽ ഇരിക്കുന്ന മാർക്കിനെയും മാറി മാറി നോക്കുകയാണ്. അയാളുടെ 1 മില്യൺ സ്പിരിറ്റ് കോയിന് വാങ്ങിയ മാർക്ക് ഇതാ അകത്തും മാർക്കിനെ കൊല്ലാൻ വരുന്ന ആളുകൾ പുറത്തും. ഏത് ഭാഗത്തേക്ക് ചേരണം, അതാണ് ഇപ്പൊ സഹീറിന് അലട്ടുന്ന വിഷയം. സഹീർ അങ്ങനെ സപ്പിച്ചു നിൽക്കുമ്പോൾ അവിടെ നിന്ന് മടങ്ങിപ്പോയ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആ ടീം പരസ്പരം സംസാരിക്കുകയാണ്. മാസ്റ്റർ, നമ്മള് അവനങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ലിയാൻഡർക്കൊപ്പമുള്ള ഒരാള് അങ്ങനെ ചോദിച്ചതും കൂടെയുള്ള മറ്റൊരാള് അതിന് മറുപടി പറഞ്ഞു, അതെ, ഒരിക്കൽ നമ്മൾ ഒരാൾക്ക് ഇളവ് കൊടുത്താൽ നാളെ ഇത് പലരും ആവർത്തിക്കും. ലിയാൻഡർക്കൊപ്പമുള്ള 3 ആളുകളും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതും ലിയാൻഡർ അവരോട് പറഞ്ഞു, അതിന് ആരാ അവനെ വെറുതെ വിടുന്നത്? നമ്മള് അവനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മള് അവനെ ഒരു കാരണവശാലും വെറുതെ വിടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലിയാൻഡർ അവിടെയുള്ള ഒരു ചെറിയ പാറയിലോട്ട് കയറിയിരുന്നു. ലിയാൻഡർ അടുത്തായി, ലിയാൻഡർ തൊട്ടു മുന്നിലായി ബാക്കി 3 പേര് ഇരിക്കുകയാണ്. ലിയാൻഡർ ഒരു അക്ഷരം പോലും മിണ്ടാതെ അല്പനേരം അങ്ങ് ദൂരേക്ക് ഇതിനെ നോക്കിയിരുന്നു. അല്പസമയം കഴിഞ്ഞതും അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരു 17 വയസ്സുകാരന്റെ മുഖഭാവമൊന്നുമല്ല ആ സമയത്ത് ലിയാൻഡർക്കുള്ളത്. ഒരു ക്രൂരതയുടെ, ഒരു കൗശലത്തിന്റെ അതിമനോഹരമായ കണികകൾ നമുക്കിപ്പോ ആ ലിയാൻഡറുടെ കണ്ണുകളിൽ വായിച്ചെടുക്കാം. അവൻ തന്റെ മുന്നിലിരിക്കുന്ന ആളുകളോടായി പറഞ്ഞു, നമ്മുടെ പ്രശ്നം ആ ലീഡറാണ്. ആ ലീഡർ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മാർക്കിനെ തീർക്കാൻ പറ്റിയേനെ. മാസ്റ്റർ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ലീഡർ അവിടെ ഉള്ള സ്ഥിതിക്ക് അയാളെ എന്തായാലും നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സാക്ഷാൽ ജിൻസൺ വരുന്നത് അവർ കാണുന്നത്. ജിൻസൺ ആ പാറയുടെ മുകളിലേക്ക് അങ്ങനെ നടന്നു വരുമ്പോൾ ആ കാഴ്ച കണ്ട ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആ 3 ലിയാൻഡറും ജിൻസനെ തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ജിൻസൺ നടന്ന് അവരുടെ അടുത്തെത്തി. മാസ്റ്റർ ലിയാൻഡർ, ഞാൻ അങ്ങയോട് ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത്. എന്ത് കാര്യം? ഞങ്ങളുടെ ലീഡർ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ്. ഒത്തുതീർപ്പോ? എന്ത് ഒത്തുതീർപ്പ്? മാർക്ക് ഫെല്ലറുടെ ജീവന് പകരമായി അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്നാണ് ലീഡർ അറിയിച്ചിരിക്കുന്നത്.
ആ മാർക്ക് ഫെല്ലറുടെ ജീവന് പകരമായി നിങ്ങൾ എന്താ ഞങ്ങൾക്ക് നൽകാൻ പോകുന്നത്? നോക്ക്, ഞങ്ങൾ ഹണ്ടർ ഓർഗനൈസേഷൻ നിങ്ങളെപ്പോലെ ശക്തമായ സംവിധാനമൊന്നുമല്ല, പക്ഷേ ഞങ്ങളും മോശമല്ല. ഞങ്ങൾ എത്രയോ കാലങ്ങളായി അനവധി ഡീമൻ ബീസ്റ്റുകളെ വേട്ടയാടിയവരാണ്. ഞങ്ങളുടെ കയ്യിൽ അമൂല്യങ്ങളായ പല കാര്യങ്ങളും ഉണ്ട്. അതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ റെഡിയാണ്. അതുമാത്രമല്ല, വേണമെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന തുകയും ഞങ്ങൾ നൽകാം. മാർക്കിനെ നിങ്ങൾ വെറുതെ വിടണം. നിങ്ങൾ എന്തിനാ ഇത്ര കടുപ്പെടുത്ത പിടിക്കുന്നത്? ഹണ്ടർ ഓർഗനൈസേഷനിൽ അനവധി ഹണ്ടേഴ്സില്ലേ? അതിലുള്ള വെറും ഒരു ഹണ്ടർ അല്ലേ ഈ മാർക്ക് ഫെല്ലർ? അയക്ക് വേണ്ടി ഹണ്ടർ ഓർഗനൈസേഷൻ ഈ കാലങ്ങളായി നേടിയ സമ്പത്തൊക്കെ വിട്ടുകളിക്കാൻ പോവുകയാണോ നിങ്ങൾ? അങ്ങനെ ലിയാൻഡ്രോക്കൊപ്പമുള്ള മൈറ്റി ഫിഗറിൽ ഒരാൾ ചോദിച്ചതും ജിൻസൺ അതിന് മറുപടിയായി ലിയാൻഡ്രോട് പറഞ്ഞു, മാസ്റ്റർ, അങ്ങ് ദയവായി ഞാൻ പറഞ്ഞ ഒത്തുതീർപ്പിലേക്ക് വരണം. ജിൻസൺ അത് പറഞ്ഞതും ലിയാൻഡർ കൈയൊന്ന് വിടർത്തിയതും ഒരേ നിമിഷത്തിലാണ് പെട്ടെന്നൊരു സക്കിംഗ് ഫോഴ്സ്, ഒരു വലിച്ചെടുക്കുന്ന ഫോഴ്സ് അയാളുടെ കയ്യിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടു. ആ വലിച്ചെടുക്കുന്ന ഫോഴ്സ് ജിൻസനെ താഴത്തെ പാറപ്പുറത്തുനിന്ന് നേരെ മുകളിലേക്ക് അങ്ങ് വലിച്ചെടുത്തു. ഇപ്പോ അവന്റെ കഴുത്ത് കൃത്യമായും ലിയാൻഡറുടെ കയ്യിലാണ്. ലിയാൻഡർ അവിടെ എന്ത് സ്പെല്ലാണ് ഉപയോഗിച്ചതെന്ന് ശരിക്കും ജിൻസൺ അങ്ങോട്ട് മനസ്സിലായില്ല. താഴത്തെ പാറയിൽ നിന്ന് അവനെ ഒറ്റ വലിക്ക് മുകളിലേക്ക് എടുത്ത് ഇതാ കഴുത്തിൽ മുറുകെ പിടിക്കുകയാണ് ലിയാൻഡർ. എന്റെ അടുത്ത് കണ്ടീഷൻസ് പറയുന്നു. എന്നോട് കണ്ടീഷൻസ് പറയാൻ നീയും നിന്റെ ഹണ്ടർ ഓർഗനൈസേഷനും വളർന്നിട്ടില്ല എന്ന കാര്യം നീ മറക്കരുത്. ഞാൻ ഈ കൈ ഒന്ന് അമർത്തി പിടിച്ചാൽ നീ ഇവിടെ അവസാനിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ലിയാൻഡർ ജിൻസനെ ഒരൊറ്റ ഏറി. ആ പാറയിൽ നിന്ന് താഴത്തെ പാറയിലേക്ക് വന്നു വീണ ജിൻസൺ ശരിക്കും ബുദ്ധിമുട്ടി എണീറ്റു. ജിൻസൺ പക്ഷേ ഒരു തരത്തിലുള്ള ദേഷ്യവും പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ട് ലിയാൻഡറോട് പറഞ്ഞു, മാസ്റ്റർ, അങ്ങ് ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അവനൊരൊറ്റ ഓട്ടം. ഇനിയും അവിടെ നിന്നാൽ ലിയാൻഡർ അവനെ കൊല്ലുമെന്ന് അവന് ഏകദേശം ഉറപ്പാണ്. ജിൻസൺ അങ്ങനെ ഓടിപ്പോകുന്ന കണ്ടതും ലിയാൻഡറുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ലിയാൻഡർ പുഞ്ചിരിക്കുന്ന കണ്ടതും ആ മൈറ്റി വാരിയേഴ്സിൽ ഒരാൾ ലിയാൻഡറോട് ചോദിച്ചു, മാസ്റ്റർ, എന്താ അങ്ങ് ആലോചിക്കുന്നത്? വേറൊന്നുമല്ല, ആ ലീഡർ മാർക്കിനെ സംരക്ഷിക്കാൻ വല്ലാത്ത ഒരു ആവേശം കാണിക്കുകയാണ്. അയാള് മാർക്കിനെ സംരക്ഷിക്കുന്നിടത്തോളം കാലം നമുക്ക് മാർക്കിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ കയ്യിലുള്ള ആ ആയുധം അതിശക്തമാണ്. ഇല്ലെങ്കിൽ നമ്മൾ മടങ്ങിപ്പോയി നമ്മുടെ ക്ലൗഡ് സെക്ഷനിൽ നിന്ന് ഡിവൈൻ ആയുധങ്ങൾ കൊണ്ടുവരണം. ഈ മാർക്ക് ഫെല്ലറെ പോലെ ഒരാളെ നേരിടാനായി ഡിവൈൻ ആയുധങ്ങളൊക്കെ ക്ലൗഡ് സെക്ഷനിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നാണക്കേടാണ്. ലിയാൻഡർക്ക് കൂടെയുള്ള ആ മൈറ്റ് ലെവൽ വാരിയേഴ്സിനുള്ള പ്രശ്നം അതാണ്. അവരൊക്കെ അതിശക്തരാണ്. മാർക്ക് അവരെക്കാൾ വളരെ വളരെ ദുർബലനായ വ്യക്തിയുമാണ്. അങ്ങനെയുള്ള ഒരാളെ നേരിടാനായി ഒരു ഡിവൈൻ വെപ്പണൊക്കെ അവരുടെ സ്റ്റോറിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും നാണക്കേട് തന്നെയാണ്. ലിയാൻഡർ അങ്ങനെ പറഞ്ഞതും ലിയാൻഡർക്കൊപ്പമുള്ള ആ മൈറ്റി ഫിഗറിൽ ഒരാൾ ലിയാൻഡർ ചോദിച്ചു, മാസ്റ്റർ, പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ആ ചോദ്യം അയാൾ ചോദിച്ചപ്പോ ഹണ്ടർ ഓർഗനൈസേഷനിലേക്ക് തന്നെ ആ പാറപ്പുറത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ലിയാൻഡർ അല്പനേരം നിശബ്ദനായി ആ ഓർഗനൈസേഷനിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതും നിശബ്ദനായി ആ ഹണ്ടർ ഓർഗനൈസേഷനിലേക്ക് ആ പാറപ്പുറത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ലിയാൻഡർ തന്റെ മുന്നിലിരിക്കുന്ന ആ മൈറ്റി ലെവൽ വാരിയേഴ്സിനോടായി പറഞ്ഞു, നോക്ക്, ആ ലീഡറാണ് പ്രശ്നം, ഹണ്ടർ ഓർഗനൈസേഷൻ അല്ല പ്രശ്നം. മാസ്റ്റർ, അതെ, അതാണ് അതിന്റെ ശരി. നമുക്ക് ആ ലീഡർ അങ്ങ് മാറ്റിയാലോ? മാസ്റ്റർ എന്തായി പറയുന്നത്? ലീഡർ മാറ്റാനോ? നമ്മളെങ്ങനെ ലീഡർ മാറ്റും? ഈ ഹണ്ടർ ഓർഗനൈസേഷൻ ഒരു ചെറിയ സംഘടനയൊന്നുമല്ല. അവിടെ നൂറുകണക്കിന് ഹണ്ടേഴ്സ് ഉണ്ട്. ആ ഹണ്ടർമാരുടെ കൂട്ടത്തിൽ ലീഡറുടെ പോസ്റ്റിൽ താല്പര്യമുള്ള ആളുകളും കാണണ്ടേ? ലിയാൻഡറുടെ ആ ചോദ്യം ശരിക്കും കുറിക്കൊള്ളുന്ന ചോദ്യമാണ്. ആ ചോദ്യം കേട്ടതും ആ മൈറ്റ് ലെവൽ വാരിയേഴ്സ് പരസ്പരം മുഖത്തോട് പോയി നോക്കിപ്പോവുകയാണ്. മാസ്റ്റർ, അങ്ങ് പറയുന്നത് സത്യമാണ്. ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ അകത്ത് ലീഡറുടെ മോഹമുണ്ടാകാൻ സാധ്യതയുള്ള ആളുകൾ എന്തായാലും കാണും. അതാ ഞാൻ പറഞ്ഞത്, ലീഡറുടെ മോഹമുള്ള ആളുകൾ അവിടെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഒരാളെ സംഘടിപ്പിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. മാസ്റ്റർ, അതിനിപ്പോ നമ്മൾ ആരെയാ സംഘടിപ്പിക്കേണ്ടത്? നമ്മൾ ആ മാർക്കിന്റെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയ ആ ചെറുപ്പക്കാരനില്ലേ, അവനാണ് പറ്റിയ ആള്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകളാണ് അവരെന്ന് അറിഞ്ഞ നിമിഷത്തിൽ സന്തോഷത്തോടെ അവരെ മാർക്കിന്റെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയ സഹീറിന്റെ മുഖം അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ലിയാൻഡർ പറഞ്ഞത് കേട്ടതും ആ മൂവർ സംഘം ഒരുപോലെ തന്നെ ലിയാൻഡറോട് പറഞ്ഞു, മാസ്റ്റർ, അങ്ങ് പറഞ്ഞ ശരിയാണ്. അവൻ ശരിക്കും അജിറ്റേറ്റഡ് ആണ്. അവനെ ഒന്ന് ട്യൂൺ ചെയ്താൽ ഉറപ്പായും അവൻ നമുക്ക് പറ്റിയ ആളാകും. അങ്ങനെ ആ മൂവർ സംഘം പറഞ്ഞതും ലിയാൻഡർ അവരോട് പറഞ്ഞു, ശരി, എന്നാ നിങ്ങൾ പോയി അവനെ കൂട്ടിക്കൊണ്ടുപോവാ. ഈ സമയത്ത് സഹീർ ആ ഹണ്ടർ ഓർഗനൈസേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവൻ വല്ലാതെ അജിറ്റേറ്റഡ് ആണ്. അവന്റെ 1 മില്യൺ സ്പിരിറ്റ് കോയിൻ ആണ് മാർക്ക് ഫെല്ലർ വാങ്ങിച്ചെടുത്തത്. അതല്ല അവന്റെ പ്രശ്നം. മാർക്കിനെ അവൻ കമ്പനി അടിക്കാൻ ശ്രമിച്ചത് മാർക്ക്
ഏതോ വലിയ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെയോ അല്ലെങ്കിൽ വലിയ ഓർഗനൈസേഷനിലെയോ അംഗമാണെന്ന് കരുതിയിട്ടാണ്. ഇതിപ്പോ അതൊന്നും അല്ല. മാർക്കാണെങ്കിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ എതിരാളിയാണ് താനും. മാർക്കിനെ ആ ക്ലൗഡ് സെക്ഷൻകാർ എപ്പോഴാണെങ്കിലും തട്ടും. എന്തു മണ്ടത്തരമാണ് ഞാനീ കാണിച്ചത്. ആവശ്യമില്ലാത്ത മാർക്കുമായി ബന്ധമുണ്ടാക്കി. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൻ ആ ഹണ്ടർ ഓർഗനൈസേഷന്റെ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ തൊട്ടു പിന്നിൽ 3 ആളുകൾ എത്തി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കാണുന്നത് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകളാണ്. ഏയ്, നിങ്ങളെന്താ ഇവിടെ? അതൊക്കെ ഉണ്ട്, നീ ഞങ്ങളുടെ ഒപ്പം വാ. അവരങ്ങനെ പറഞ്ഞത് അവൻ അവരോട് പറഞ്ഞു, ഏയ് സോറി, എനിക്ക് ആ മാർക്കുമായി ഒരു ബന്ധവുമില്ല. അവൻ എന്നെ പറ്റിച്ചതാണ്. ശരിക്കും അവനൊരു കള്ളനാണ്. നിങ്ങൾ അവനെ കൊല്ലണം. അത് കേട്ടതും ആ മൈറ്റി ലെവൽ വാരിയസ് സഹീറിനോട് പറഞ്ഞു, നീ വാ, നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൽ 2 പേർ സഹീറിന്റെ കയ്യിലേക്ക് പിടിച്ചു. ഒരാൾ ഇടത് കൈയിലും മറ്റേ വലത് കൈയിലും പിടിച്ചതേ സഹീറിന് ഓർമ്മയുള്ളൂ. സഹീർ അടുത്ത വിഷയത്തിൽ കാണുന്നത് സഹീറിനെ കൊണ്ട് തറയിന്ന് ജമ്പ് ചെയ്യുന്ന ആ മൈറ്റി ലെവൽ വാരിയസിനെയാണ്. ശരിക്കും തറയിന്ന് മുകളിലേക്ക് കുതിച്ച ആ മൈറ്റി ലെവൽ വാരിയസ് അടുത്ത് തറയിൽ ചവിട്ടി പിന്നെ ഉയർന്ന് 2 തവണ അങ്ങനെ ആവർത്തിക്കുമ്പോഴേക്കും കങ്കാരു ചാടും പോലെ അവന്മാർ ചാടി സഹീറുമായി ആ പാറപ്പുറത്ത് എത്തിക്കഴിഞ്ഞു. അവിടെ സഹീർ എത്തുമ്പോൾ ആ പാറപ്പുറത്ത് ആ യങ് മാസ്റ്റർ ലിയാൻഡർ ഇരിപ്പുണ്ട്. സഹീറിനെ ലിയാൻഡറിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തതും ലിയാൻഡർ സഹീറിനോട് പറഞ്ഞു, ഏയ് എന്താ നിന്റെ പേര്? യങ് മാസ്റ്റർ, എന്റെ പേര് സഹീർ എന്നാണ്. സഹീർ, നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത്. യങ് മാസ്റ്റർ, എനിക്ക് ആ മാർക്കുമായി ഒരു ബന്ധവുമില്ല. ആ മാർക്ക് ശരിക്കും എന്നെ പറ്റിച്ചതാണ്. അവൻ വെറും ഒരു കള്ളനാണ്. സഹീർ, ആ വിഷയം വിട്. ഞാൻ ചോദിക്കാൻ വരുന്നത് മറ്റൊരു കാര്യമാണ്. നിനക്ക് ഈ ഹണ്ടർ ഓർഗനൈസേഷന്റെ ലീഡർ ആയിക്കൂടെ? അത് കേട്ടതും സഹീർ അത് ചിരിച്ചു പോവുകയാണ്. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ലിയാൻഡറോട് പറഞ്ഞു, മാസ്റ്റർ, അങ്ങനെ എന്താ പറയുന്നത്? ഞാൻ ഹണ്ടർ ഓർഗനൈസേഷന്റെ ലീഡർ ആകാനോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതൊക്കെ ശരിക്കും കഴിവുള്ള ആളുകൾക്കേ പറ്റൂ. ഏയ്, നിന്നെ ഞങ്ങൾ ഈ ഹണ്ടർ ഓർഗനൈസേഷന്റെ ലീഡർ ആക്കാം. അതൊന്നും ശരിയാവില്ല. ഒരു കാരണവശാലും എനിക്ക് അതിന് പറ്റത്തില്ല. ലീഡറാണ് നിന്റെ പ്രശ്നമെങ്കിൽ ആ ലീഡറെ ഞങ്ങളെങ്കിൽ കൊല്ലാം. ആ ലീഡർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈസിയായിട്ട് ഹണ്ടർ ഓർഗനൈസേഷന്റെ തലപ്പത്ത് വന്നൂടെ? അത് പറ്റില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. എന്നെക്കാൾ ശക്തരായ ഒരുപാട് ആളുകൾ ഈ ഹണ്ടർ ഓർഗനൈസേഷനിലുണ്ട്. ഒരു കാരണവശാലും എനിക്ക് അടുത്ത ലീഡറാകാൻ പറ്റില്ല. സഹീർ അവന്റെ നിസ്സഹായ അവസ്ഥ അവിടെ വ്യക്തമാക്കി. അവൻ അങ്ങനെ വ്യക്തമായി പറഞ്ഞതും ലിയാൻഡറുടെ മുഖം കറുത്തു. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നിനക്ക് ജീവനോടെ മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലേ, നിന്നെ ഇവിടെ ഇപ്പോ ഞങ്ങൾ അവസാനിപ്പിക്കും. അത് കേട്ട് ശരിക്കും സഹീർ ഒന്ന് ഭയന്നു എന്ന് തന്നെ പറയാം. പക്ഷെ അടുത്ത നിമിഷത്തിൽ അവൻ സ്വബോധം വീണ്ടെടുത്തു. അവൻ ലിയാൻഡറോട് പറഞ്ഞു, യങ് മാസ്റ്റർ, അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അങ്ങ് എടുത്ത ചോയ്സ് ആണ് തെറ്റിപ്പോയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ല ലീഡറാകാൻ പറ്റിയ ആള് അവിടെ വേറെ ഉണ്ട്. ഞാൻ ആ ആളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതാരാണ്? അയാളുടെ പേര് ജിൻ ലാങ്സ് എന്നാണ്. അയാളാണ് ഈ ഹണ്ടർ ഓർഗനൈസേഷനിലെ നമ്പർ 1. ഇപ്പോ ഒരു വിഷയം ഉണ്ടായി. അയാളും മാർക്കും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നു. മാർക്ക് അയാളെ കൊന്നില്ലെന്നേ ഉള്ളൂ. അതിൻ്റെതായ ദേഷ്യം അയാൾക്ക് മാർക്കിനോടുണ്ട്. മാർക്കിനെ ഒഴിവാക്കാനായി എന്ത് പരിപാടിക്കും അയാൾ തയ്യാറാകും. അതെനിക്ക് ഉറപ്പാണ്. സഹീർ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ലിയാൻഡർക്കൊപ്പമുള്ള ആ മൈറ്റി ലെവൽ വാരിയസിനും അവര് ഉദ്ദേശിച്ച ആളെ കിട്ടി എന്നുള്ള ഒരു തോന്നലുണ്ടായി. അവര് സഹീറിനോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയെങ്കിൽ നീ ആ ലങ്സിനെ ഇവിടെ എന്റെ മുന്നിൽ എത്തിക്കണം. അത് ഞാൻ ഏറ്റു. ഞാൻ ഉറപ്പായി എത്തിച്ചിരിക്കും. ലിയാൻഡറോടും കൂട്ടരോടും യാത്ര പറഞ്ഞിട്ട് സഹീർ അതിവേഗം ആ പാറപ്പുറത്തുനിന്ന് താഴോട്ടിറങ്ങി ഹണ്ടർ ഓർഗനൈസേഷനിലേക്ക് തിരിച്ചു. ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ മാർക്ക് ഫെല്ലറും ഗെവിനും ജിൻസനും മാർക്കിന്റെ പുറത്തുള്ള ആ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കും ജിൻ ലാങ്സും തമ്മിലുള്ള ആ ഏറ്റുമുട്ടലിൽ മാർക്കിന് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. മാർക്കിന്റെ ബോഡിയിൽ സ്പിരിച്വൽ എനർജി ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട് മാർക്കിന്റെ ബോഡിയിൽ മുറിവുകൾ കരിയാൻ ഒരുപാട് സമയം എടുക്കുകയാണ്. സ്പിരിച്വൽ എനർജി ഉണ്ടായിരുന്നുവെങ്കിൽ നിമിഷ നേരം കൊണ്ട് കരിയേണ്ട മുറിവുകൾ പോലും ഇപ്പോൾ ആഴ്ചകൾ എടുത്താൽ മാത്രമേ കരിയൊന്ന് ആയിരിക്കുകയാണ്. സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന മുറിവുകൾ കരിയാൻ എത്ര സമയം എടുക്കുന്നുവോ അത്രയും സമയം മാർക്കിന്റെ മുറിവുകൾ കരിയാനും എടുക്കുന്നർത്ഥം. പക്ഷെ കഴിഞ്ഞ 3 കൊല്ലവും മാർക്ക് കണ്ടിട്ടുള്ളത് അതല്ല. മാർക്കിന്റെ ബോഡിയിൽ ഒരു മുറിവുണ്ടായാൽ അതിവേഗം കരിയുന്നതാണ് മാർക്ക് കാണുക. കാരണം മാർക്ക് 3 കൊല്ലങ്ങൾക്ക് മുമ്പേ സ്പിരിച്വൽ എനർജി ശരീരത്തിലേക്ക് ആവാഹിക്കാൻ പഠിച്ച കക്ഷിയാണ്. പക്ഷെ ഇപ്പോ മാർക്കിന് പറ്റുന്നില്ല. ഗെവിനും ജിൻസനും കൂടി മാർക്കിനെ മുറിവ് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തയാണ് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. ഈ സമയത്ത് ഹണ്ടർ ഓർഗനൈസേഷനിലേക്ക് മടങ്ങിയെത്തിയ സഹീർ നേരെ ലങ്സിന്റെ മുറിയിലെത്തി. ലങ്സിന്റെ മുറിയിലേക്ക് സഹീർ കടന്നു ചെല്ലുമ്പോൾ
ലങ്സിന്റെ അടുത്ത് അയാളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. സഹീറിനെ കണ്ടപ്പോ ലങ്സ് ഒന്ന് ചിരിച്ചു. ബാ സഹീർ, നീ എവിടെയായിരുന്നു? ലങ്സ്, ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു. ലങ്സ്, എനിക്ക് അങ്ങോട്ട് ഒരു കാര്യം പറയണം. നീ പറഞ്ഞോ. അല്ല, എനിക്ക് രഹസ്യമായി പറയാനുള്ളതാണ്. ഹേയ്, എന്ത് രഹസ്യം? ഇവരെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് വേറെ രഹസ്യമൊന്നുമില്ല. ലങ്സിന്റെ ചങ്ക് എന്ന് പറയാൻ കഴിയുന്ന ആളുകളാണ് അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആ ചെറുപ്പക്കാർ. അവരെല്ലാം ഹണ്ടർ ഓർഗനൈസേഷൻ ആളുകളാണ്. അവരെ ഒന്ന് നോക്കിയിട്ട് സഹീർ ലങ്സിനോട് പറഞ്ഞു, അതങ്ങനെയല്ല, ഈ കാര്യം തൽക്കാലം ഞാൻ പറഞ്ഞ് ഇവരറിയണ്ട. അതുകൊണ്ടാണ് സഹീറിന് വളരെ സീരിയസ് ആയി എന്തോ കാര്യം പറയാനുണ്ടെന്ന് ബോധ്യമായതും ലങ്സ് അയാളുടെ കൂട്ടുകാരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ആ കൂട്ടുകാരൊക്കെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതും സഹീർ ഓടിച്ചെന്ന് ആ വാതിലിങ് അടച്ചു. വാതിൽ അടച്ചതിന് ശേഷം അവൻ വാതില് ചെവി വട്ടം പിടിച്ച് നോക്കുകയാണ്. പുറത്ത് ഇറങ്ങിയ ആ ലങ്സിന്റെ കൂട്ടുകാർ വാതിലിന്റെ അടുത്തെങ്ങനെ നിൽക്കുന്നു എന്നറിയാനാണ് അവൻ ചെവി വട്ടം പിടിച്ചത്. അവിടെ നിന്ന് ആളുകൾ നടന്നു പോകുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൻ ആശ്വാസമായത്. അവന്റെ ഈ ആക്ഷൻ ലങ്സിലും വല്ലാത്തൊരു കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ട്. ലങ്സിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തിയ സഹീർ ലങ്സിനോടായി ചോദിച്ചു, ഹലോ ലങ്സ്, നിങ്ങൾക്ക് ഈ ഹണ്ടർ ഓർഗനൈസേഷന്റെ തലപ്പത്ത് കയറാൻ ഒരു ആഗ്രഹമില്ലേ? സഹീർ വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ട ലങ്സ് ശരിക്കും കൗതുകത്തോടെ സഹീറിനെ നോക്കി. സഹീർ, നീ എന്തായി പറയുന്നത്? അതിന് ഈ ഹണ്ടർ ഓർഗനൈസേഷനിൽ ഒരു ലീഡർ ഉണ്ടല്ലോ. ലങ്സ്, അതാ ഞാൻ പറയുന്നത്. ആ ലീഡർ ഉള്ള കാലം അവിടെ ഇരുന്നാ മതിയോ? നിങ്ങൾക്ക് ലീഡർ ആവണ്ടേ? സഹീർ, നീ എന്തായി പറഞ്ഞു വരുന്നത്? അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ എങ്ങനെയാ ലീഡർ ആവുക? ലങ്സ്, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ലീഡർ ആകാൻ പറ്റില്ല. പക്ഷെ അയാൾ മരിച്ചാലോ? സഹീർ, നീ എന്തായി പറയുന്നത്? ലീഡറെ കൊല്ലാനോ? ലങ്സ്, അത് തന്നെയാണ് ആവശ്യം. ആ ലീഡറെ കൊന്ന് നിങ്ങൾ ഈ സംഘടനയുടെ തലപ്പത്ത് വരണം. അതാണ് എൻ്റെ മോഹം. എങ്കിലേ ആ മാർക്കിനെ ശരിപ്പെടുത്താൻ പറ്റും. ആ മാർക്കിനെ നോക്കി ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർ പുറത്തുണ്ട്. മാർക്കിനെ ഇവിടുന്ന് ഓടിച്ചു വിടണമെങ്കിൽ നിങ്ങൾ തലപ്പത്ത് വരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഹണ്ടർ ഓർഗനൈസേഷനിലെ ഏറ്റവും ശക്തൻ ആരാണ്? അത് നിങ്ങളാണ്. മിസ്റ്റർ ലങ്സ്, നിങ്ങളല്ലാതെ പിന്നെ ആരാണ് ഈ ഹണ്ടർ ഓർഗനൈസേഷന്റെ ലീഡർ ആകേണ്ടത്? സഹീർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ലങ്സിന്റെ മനസ്സൊന്ന് ഇളകി. ലങ്സ് ചുറ്റും നോക്കിയിട്ട് സഹീറിനോട് പറഞ്ഞു, സഹീർ, നീ പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ ലീഡറെ നമ്മളെങ്ങനെ കൊല്ലും? ലങ്സ്, അതിന് ഒരു പണിയുണ്ട്. നമ്മളെ ലീഡറെ കൊല്ലാൻ ഈ ക്ലൗഡ് സെക്ഷൻകാർ സഹായിക്കും. ക്ലൗഡ് സെക്ഷൻകാർ ലീഡറെ കൊല്ലാൻ സഹായിക്കുന്നു. എന്തിന്? ലങ്സ്, എന്താ ഇത് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അവർക്ക് മാർക്കിന് വേണ്ടേ? മാർക്കിന് അവർക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഈ ലീഡർ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ലീഡർ അവസാനിപ്പിക്കുക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അതിന് അവര് ഉറപ്പായും നമ്മുടെ ഒപ്പം നിൽക്കും. അവര് ലീഡർ ഒഴിവാക്കുമ്പോൾ ലങ്സിന് ലീഡർ ആവുകയും ചെയ്യും, അവർക്ക് മാർക്കിന് കിട്ടുകയും ചെയ്യും. സഹീർ കാര്യങ്ങളൊക്കെ വിശദമാക്കിയതും അന്ന് രാത്രി തന്നെ ആരും അറിയാതെ ലങ്സും സഹീറും ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ലിയാൻഡറും കൂട്ടരുമുള്ള സ്ഥലത്തെത്തി. അവിടേക്ക് അവരെത്തിയതും ലിയാൻഡർ സഹീറിനോട് ചോദിച്ചു, ഇയാളാണോ നമ്മളെ സഹായിക്കുന്ന ആള്? അതെ, ഇത് മിസ്റ്റർ ജിൽ ലങ്സ്. ഇദ്ദേഹമാണ് ഹണ്ടർ ഓർഗനൈസേഷനിലെ നമ്പർ 1. അതെന്തോ ആവട്ടെ, സഹീർ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ലിയാൻഡർ ചോദിച്ചതും ലങ്സ് ലിയാൻഡറോട് പറഞ്ഞു, ഈ ശൈലിയിലുള്ള സംഭാഷണം അത് ശരിയാകില്ല. നിങ്ങൾ ലീഡർ അവസാനിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കുമെന്ന് സഹീർ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ വന്നത്. നിങ്ങൾ എങ്ങനെയാ ഞങ്ങളെ സഹായിക്കുന്നത്? വളരെ പരുക്കൻ ശബ്ദത്തിൽ ലങ്സ് അത് പറഞ്ഞപ്പോൾ ലിയാൻഡർക്കും അയാളുടെ കൂടെയുള്ള ആ മൈറ്റി വാരിയസിനും പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലായി. സഹീർ അല്ല ലങ്സ്. ലങ്സ് ലേശം കുഴപ്പക്കാരനാണ്. ജിൻ ലങ്സിനെ ആ സമയത്താണ് വളരെ കൗതുകപൂർവ്വം ലിയാൻഡർ ഒന്ന് സൂക്ഷ്മമായി അനലൈസ് ചെയ്യുന്നത്. ലങ്സ് ശരിക്കും ഒരു ഓൾമൈറ്റി ലെവലിലേക്ക് കയറിയിരിക്കുന്ന യോദ്ധാവാണ്. ലങ്സിനോട് ഏറ്റുമുട്ടിയാൽ വിജയിക്കുമെന്ന് ലിയാൻഡറിന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥ. കാര്യം മനസ്സിലാക്കിയ ലിയാൻഡർ ലങ്സിനോട് പറഞ്ഞു, മിസ്റ്റർ ലങ്സ്, താങ്കൾ ചോദിച്ചത് ശരിയായൊരു ചോദ്യമാണ്. പെട്ടെന്നാണ് ലിയാൻഡർ പ്ലേറ്റ് മാറ്റി പിടിച്ചത്. അതുവരെ വലിയ സംഭവമായിട്ട് മുകളിൽ നിന്ന് പറയുന്ന ശൈലിയിലാണ് ലിയാൻഡർ പറഞ്ഞെങ്കിലും പെട്ടെന്ന് ലങ്സിന്റെ ആ ശബ്ദത്തിലുണ്ടായ വ്യത്യാസത്തെ കൃത്യമായി അനലൈസ് ചെയ്ത് ലിയാൻഡർ ട്യൂണൊന്ന് മാറ്റിയതാണ്. നോക്കൂ മിസ്റ്റർ ലങ്സ്, ഞങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് നൽകും. നിങ്ങളത് ലീഡറെ കൊണ്ട് കഴിപ്പിച്ചാൽ ആ ലീഡറുടെ ശക്തി പെട്ടെന്ന് ദുർബലമാകും. ആ സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലീഡറെ അവസാനിപ്പിക്കും. ലീഡർ നിങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഹെവൻലി ബോണ് നിങ്ങളുടെ സ്വന്തമാണ്. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും ലങ്സ് ലിയാൻഡറോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സാധനം ഹാൻഡ് ഓവർ ചെയ്യും. ലങ്സിന്റെ ആ ചോദ്യത്തിന് ഉത്തരമായി ലിയാൻഡറുടെ കൂടെയുള്ള ആ മൈറ്റി ഫിഗറിൽ ഒരാൾ ചെറിയൊരു
കുഞ്ഞു പാത്രം ലങ്സിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഒരു ചെറിയ പാത്രമാണ്. അന്ന് രാത്രി ലീഡർ മുറിയിലിരിക്കുമ്പോൾ ഒരു മഗ് നിറയെ സൂപ്പുമായി ലങ്സ് ആ മുറിയിലേക്ക് കടന്നു വന്നു. ലങ്സ്, എന്തു പറ്റി ഈ രാത്രിയിൽ ഇങ്ങോട്ടൊക്കെ? ലീഡർ, ഞാന് കുറെ നേരമായിട്ട് ഒറ്റയ്ക്ക് കിടക്കുകയാണല്ലോ. അപ്പോഴാ എന്റെ കൂടെയുള്ള ആളുകൾ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് കൊള്ളാമല്ലോ എന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാനൊരു മഗ് സൂപ്പുമായി ഇങ്ങോട്ട് വന്നതാണ്. എനിക്കറിയാം അങ്ങേക്ക് സൂപ്പൊക്കെ ഇഷ്ടമാണെന്ന്. ചിരിച്ചുകൊണ്ട് ലങ്സ് എന്ന് പറഞ്ഞതും ആ ലീഡർ ലങ്സിനോട് പറഞ്ഞു, ഓക്കെ ലങ്സ്, അതവിടെ വെച്ചേക്ക്. ലങ്സ് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ആ സൂപ്പ് മേശപ്പുറത്ത് വെച്ചിട്ട് ലങ്സ് തിരിയുമ്പോൾ ലീഡർ ലങ്സിനോട് പറഞ്ഞു, ലങ്സ്, നീ റെസ്റ്റ് എടുക്ക്, നിനക്ക് കാര്യമായി പരിക്കുണ്ട്. ആ പറയുന്നതിനകത്ത് വാസ്തവമുണ്ടെന്ന് ലങ്സിന് അറിയാം. ലങ്സ് ചിരിച്ചുകൊണ്ട് ലീഡറോട് പറഞ്ഞു, ലീഡർ, ഞാൻ അങ്ങോട്ട് കടപ്പെട്ടിരിക്കുകയാണ്. ഹേയ് ലങ്സ്, അതെന്ത് പറച്ചിലാണ്? എന്റെ ദൗത്യമല്ലേ ഞാൻ നിറവേറ്റിയത്. അല്ല, അങ്ങ് മാർക്കിനെ തടസ്സപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ മാർക്കിന്റെ കൈയാൽ ഞാൻ അപ്പോൾ കൊല്ലപ്പെട്ടനെ. ആ സമയത്ത് അങ്ങ് ഇടപെട്ടത് എന്തുകൊണ്ടും നന്നായി. മാർക്ക് ഫെല്ലറും ലങ്സും തമ്മിലുള്ള ആ ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്ത് ആ ഹെവൻലി ബോൺ ഉപയോഗിച്ചുകൊണ്ട് ലീഡർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മാർക്കിന്റെ ആ പഞ്ചിൽ ലങ്സ് ഉറപ്പായും തീർന്നനെ. ആ കാര്യം ലങ്സിന് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലങ്സ് അത് വീണ്ടും ഓർമ്മിപ്പിച്ചതും ലീഡർ ലങ്സിനോട് പറഞ്ഞു, ലങ്സ്, ഈ സംഘടനയിൽ എല്ലാവരും ഈക്വലാണ്. എല്ലാവരെയും സംരക്ഷിക്കാൻ ലീഡർ ആകുന്ന ആള് ബാധ്യസ്ഥനാണ്. ഞാൻ ഈ പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിടയിൽ ഇടപെട്ടു എന്ന് മാത്രം. കഴിവതും തമ്മിൽ തല്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ വിഘടിച്ചു നിന്നാൽ ശത്രുക്കൾക്ക് എളുപ്പം നമ്മളിലേക്ക് കയറാൻ പറ്റും. ലീഡർ അങ്ങനെ പറഞ്ഞതും ലങ്സ് ലീഡറെ വിഷ് ചെയ്തിട്ട് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ലങ്സ് പോയി കഴിഞ്ഞതും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ആ ലീഡർ അല്പനേരത്തിന് ശേഷം ലങ്സ് കൊണ്ടുവച്ച ആ സൂപ്പ് കയ്യിലെടുത്തു. നല്ല രുചികരമായ സൂപ്പിന്റെ ഗന്ധം ആ മഗിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എത്ര നേരം എന്ന് വെച്ചാൽ ആ സൂപ്പ് അങ്ങനെ വെറുതെ വെച്ചിരിക്കുക. ലീഡർ ഏകദേശം ഒരു 2-3 കവള് സൂപ്പ് കുടിച്ചു കാണും. പെട്ടെന്ന് അയാളുടെ ബോഡി ഒന്ന് വിറച്ചു. തന്റെ ശരീരം തളരുന്ന പോലെ ആ ലീഡർക്ക് തോന്നി. അയാൾ ആ സൂപ്പ് മേശപ്പുറത്തേക്ക് വെച്ചു. അയാളുടെ കാലുകൾ ഇടറുകയാണ്. കാല് ഇടറുന്നു മനസ്സിലായതും ലീഡർ അടുത്ത് കണ്ട കസേരയിൽ പിടിച്ചു. പെട്ടെന്ന് ഒരു ശബ്ദത്തോടെ അയാളെ കസേരയിലേക്ക് വീണു. ആ നിമിഷത്തിലാണ് ആ മുറിയുടെ വാതിൽ തുറന്ന് ലങ്സ് അകത്തേക്ക് വരുന്നത്. ശരിക്കും ലങ്സ് ആ സൂപ്പ് കൊടുത്തതിന് ശേഷം ആ മുറിയുടെ പുറത്ത് ഒളിച്ചു നിൽക്കുകയായിരുന്നു. അകത്ത് ആ ലീഡർ വീണ ശബ്ദം കേട്ടതും ലങ്സ് അങ്ങനെയാണ് അകത്തേക്ക് വന്നത്. ലങ്സിനെ കണ്ടതും ലീഡർ ലങ്സിനോട് ചോദിച്ചു, ലങ്സ്, നീ ആ സൂപ്പിൽ എന്താ ചെയ്തത്? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ലങ്സ് കടാര വലിച്ചൂരി ആ ലീഡറുടെ നെഞ്ചിലേക്ക് ആഞ്ഞൊരൊറ്റ കുത്ത്. തികച്ചും ദുർബലനായി പോയ ആ ലീഡർക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ലങ്സ് ആ കടാര വലിച്ചു ഊരിയിരുന്നു. അയാൾ ആ കടാര കൊണ്ട് വീണ്ടും ആഞ്ഞു കുത്തി. വീണ്ടും വലിച്ചൂരി വീണ്ടും കുത്തിയാണ്. 3-4 തവണ ആഞ്ഞു കുത്തുമ്പോൾ ആ മുറിക്കുള്ളിലേക്ക് സഹീറും വേറൊരു ചെറുപ്പക്കാരനും ഓടി വന്നു. ലങ്സ് ലീഡറുടെ നെഞ്ചിലേക്ക് ആഞ്ഞാഞ്ഞ് കുത്തുന്നത് കണ്ട സഹീർ ഉറക്കെ വിളിച്ചു, ഇതാ ലീഡറെ കൊല്ലുന്നേ, ലീഡറെ കൊല്ലുന്നേ, ലങ്സ് ലീഡറെ കൊല്ലുന്നേ. ഉറക്കെയുള്ള സഹീറിന്റെ ആ വിളി അടുത്ത് മുറികളിൽ ഉണ്ടായിരുന്ന മറ്റ് ഹണ്ടേഴ്സ് കേട്ടു. ശബ്ദം കേട്ട് ആ ഹണ്ടേഴ്സ് ലീഡർ മുറിയിലേക്ക് ഓടി വരുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. ലീഡറുടെ നെഞ്ചിൽ നിന്ന് കഠാര വലിച്ചൂരുന്ന ലങ്സിനെയാണ് അവർ കണ്ടത്. ഈ സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയിരിക്കുന്നത് ലങ്സ് ആണ്. ലീഡറെ ലങ്സ് കൊല്ലുന്ന സമയത്ത് ആ കുറ്റം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളുമായി സഹീർ അവിടെ എത്താമെന്ന് നേരത്തെ വാക്ക് കൊടുത്തിരുന്നു. സഹീറിന്റെ കൂടെയുള്ള ആ ആളിന്റെ പുറത്ത് ആ കൊലപാതക കുറ്റം വെച്ച് കെട്ടാം, അങ്ങനെ ഒരു പ്ലാനാണ് സഹീറും ലങ്സും ലിയാൻഡറും ചേർന്ന് ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ലങ്സിനെ അമ്പരപ്പിച്ചുകൊണ്ട് സഹീർ ആ നിമിഷത്തിൽ അങ്ങനെ അലറി വിളിച്ചപ്പോൾ ശരിക്കും അയാൾ പെട്ടതുപോലെയായി. ഹണ്ടേഴ്സ് ആ വാതിൽക്കിലേക്ക് ഓടിയെത്തുന്ന കണ്ടതും വാതിൽ വഴി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ലങ്സ് ഒറ്റ കുതിപ്പിന് ആ മേൽക്കൂരയിലെ ഷീറ്റ് തകർത്ത് പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം. അതിവേഗതയിൽ ലങ്സ് ആ മേൽക്കൂര വഴി പുറത്തേക്ക് കുതിച്ചു എന്ന് പറയാം. ഈ കാഴ്ച ഏതാണ്ട് ഒരുപാട് ഹണ്ടേഴ്സ് കണ്ടു കഴിഞ്ഞു. ആ ഹണ്ടർ ഓർഗനൈസേഷനിലെ ഏറ്റവും ശക്തനായ ഹണ്ടറാണ് സാക്ഷാൽ ലങ്സ്. ആ ലങ്സ് ആ ഹണ്ടർ ഓർഗനൈസേഷന്റെ തലവനായ ലീഡറായ വ്യക്തിയെ നിഷ്ഠൂരം കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് ഒരുപാട് ആളുകൾ ദൃക്സാക്ഷിയാണ്. ശബ്ദം കേട്ട് മാർക്ക് ഫെല്ലറും ജിൻസനും അതുപോലെ ഗെവിനും ഒക്കെ അവിടേക്ക് ഓടിയെത്തുമ്പോൾ
ഈ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ സഹീർ അവിടെ ആ മുറിയിൽ മാറ്റി വെച്ചിരുന്ന ആ ബോൺ കയ്യിലെടുത്തു കഴിഞ്ഞു. ബോൺ കയ്യിലെടുത്ത സഹീർ ആ ബോണ് അവന്റെ മാന്ത്രിക നിലവറയ്ക്കുള്ളിലേക്ക് ആ നിമിഷത്തിന് മാറ്റുകയും ചെയ്തു. സഹീർ ആ ബോൺ അടിച്ചു മാറ്റുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് സത്യം. സകലരുടെ ശ്രദ്ധ കുത്തേറ്റ് വീണ് കിടക്കുന്ന ലീഡറിലായിരുന്നു. ആ ലീഡറുടെ ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി ആളുകൾ അയാളുടെ നെഞ്ചിൽ അമർത്തി പിടിക്കുമ്പോൾ ശരിക്കും ആ നെഞ്ചിൽ നിന്ന് ചോര പുറത്തേക്ക് ചാടുകയാണ്. നെഞ്ചിൽ കുത്തിയിറക്കപ്പെട്ട ആ കഠാര വഴി അയാളുടെ ഹൃദയം കഷ്ണം കഷ്ണമായി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് മാർക്ക് ഫെല്ലർ ഓടിയെത്തിയത്. മാർക്ക് ഒരു ആൽക്കമിസ്റ്റും ഒരു ഡോക്ടറും ഒക്കെ ആണല്ലോ. ഓടിയെത്തിയ മാർക്ക് ആ ലീഡറുടെ അടുത്തേക്ക് കുനിഞ്ഞ് ലീഡർ പരിശോധിക്കുമ്പോൾ മാർക്കിന് ആ കാര്യം മനസ്സിലായി. ലീഡർ മരിച്ചു കഴിഞ്ഞു. മാർക്കിന്റെ മുഖഭാവത്തിൽ നിന്ന് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് കഥ മനസ്സിലായി. അവരെ ഇത്രയും നാൾ നയിച്ചിരുന്ന ആ ലീഡർ അതീവ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും വല്ലാത്തൊരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ആർക്കും കൊണ്ട് മനസ്സിലാകുന്നില്ല ലങ്സ് എന്തിന് ലീഡറെ കൊല്ലണം. ലീഡർ ഇല്ലാതായാൽ അടുത്ത ലീഡറാകാൻ സാധ്യതയുള്ളത് ലങ്സ് ആണ്. അക്കാര്യം ഓർമ്മ വന്ന ജിൻസൺ പെട്ടെന്ന് അവിടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഷു ഈ ലങ്സ് ഇതെന്തിനാ ഇങ്ങനെ ചെയ്തത്? ലീഡറാകാൻ മോഹമുണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെയാണോ അത് ചെയ്യേണ്ടത്? ലീഡറാകാനുള്ള മോഹം മനസ്സിലുണ്ടായിരുന്ന ലങ്സ് ലീഡറെ ചതിയിൽ കൊലപ്പെടുത്തിയതാണ്. ജിൻസൺ ആ വാക്കുകൾ പറഞ്ഞപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾക്കും അത്തരത്തിലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുകയാണ്. പക്ഷേ ഈ സമയത്തും മാർക്ക് ഫെല്ലർ ആ ലീഡറുടെ ബോഡി തന്നെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. മാർക്ക് പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ആ മഗ്ഗിലേക്ക് നോക്കി. ആ മഗ്ഗിലേക്ക് നോക്കിയ മാർക്ക് ഗെവിനോട് പറഞ്ഞു, ഗെവിൻ ആ മഗ്ഗിലുള്ള സൂപ്പിൽ വിഷം കലർത്തിയിരിക്കുകയാണ്. മഗ്ഗിലുള്ള സൂപ്പിൽ വിഷം കലർത്തിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആ ഹണ്ടർ ഓർഗനൈസേഷൻ ആളുകൾ മുഖത്തോട് നോക്കി. ഇതാരാ സൂപ്പിൽ വിഷം കലർത്തി ലീഡർക്ക് കൊടുത്തത്? അതിന് ഉത്തരം പറഞ്ഞത് സഹീറിനൊപ്പം ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരനാണ്. ഞാനും സഹീറും ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ലങ്സും ലീഡറുമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്തെ ആ സൂപ്പ് അവിടെ ഉണ്ട്. അപ്പോഴാണ് വേറെ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഞാൻ ലങ്സ് സൂപ്പുമായി മുറിന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടിരുന്നു. ലങ്സ് സൂപ്പിൽ വിഷം കലർത്തിയിട്ട് ആ സൂപ്പുമായി ലീഡറുടെ മുറിയിലെത്തി ലീഡർക്ക് സൂപ്പ് കൊടുക്കുകയായിരുന്നു. ആ സൂപ്പ് കുടിച്ച ലീഡർ തളർന്നു വീണപ്പോൾ ആ സാഹചര്യം മുതലാക്കി ലീഡറെ ലങ്സ് കൊലപ്പെടുത്തി. കഥ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും വ്യക്തമാണ്. സകല ആളുകളും ലങ്സിൽ കുറ്റം ആരോപിക്കുമ്പോൾ ഗെവിൻ ഉറക്കെ പറഞ്ഞു, ഷേ ലങ്സ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലങ്സ് ശരിക്കും കടുപ്പക്കാരനാണ്, ആളുകളുമായി ഫൈറ്റ് ചെയ്യുന്ന ആളൊക്കെയാണ്. പക്ഷേ ലീഡറോട് ഒരു ബഹുമാനം ലങ്സിന് ഉണ്ടായിരുന്നു. ലങ്സ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗെവിൻ അത് പറഞ്ഞതും സഹീർ ഉറക്കെ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ ഈ മാർക്കാണ്. മാർക്കിനെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന് വിട്ടുകൊടുക്കാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ലങ്സും ലീഡറും തമ്മിൽ വഴക്കുണ്ടായി കാണും. ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർ നമ്മുടെ ഹണ്ടർ ഓർഗനൈസേഷൻ ഇല്ലാതാക്കുമെന്ന് പേടിച്ചിട്ടാവും മിസ്റ്റർ ലങ്സ് ലീഡറെ ഇല്ലാതാക്കിയത്. അയാളുടെ ആ സ്റ്റേറ്റ്മെന്റ് ഒരു വല്ലാത്ത ഇളക്കം അവിടെ ഉണ്ടാക്കി. അതുവരെ ആരും കാണാതിരുന്ന ഒരു കോണിലൂടെയാണ് സഹീർ ആ വിഷയത്തെ അവതരിപ്പിച്ചത്. സഹീർ അങ്ങനെ പറഞ്ഞതും ജിൻസൺ സഹീറിനോട് തട്ടിക്കേറി, സഹീർ എന്ത് അനാവശ്യം വിളിച്ചു പറയാമെന്ന് നീ കരുതരുത്. നീ എന്തായി പറഞ്ഞു വരുന്നത്? ലങ്സ് ലീഡറെ കൊന്നത് മാർക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയാണെന്നാണോ? ജിൻസൺ, നീ പറഞ്ഞതാണ് ശരി. ലങ്സ് മാർക്കിനെ വിട്ടുകൊടുക്കാൻ ലീഡറോട് പറഞ്ഞു കാണും. അത് സമ്മതിക്കാതെ വന്നപ്പോ ലീഡറെ ലങ്സ് വകവരുത്തിയതാണ്. സഹീർ, നീ അനാവശ്യം പറയരുത്. അങ്ങനെ പറഞ്ഞത് ഗെവിനാണ്. ഗെവിൻ അത് പറഞ്ഞുകൊണ്ട് സഹീറിന് നേരെ ഒന്ന് കുതിച്ചു എന്ന് തന്നെ പറയാം. സഹീറിനിട്ട് രണ്ട് പൊട്ടിക്കാൻ അയാള് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് കുറെ നാളായി. ഇപ്പോ ഇതാ ഒരു ചാൻസ് ഒത്തു വന്നിരിക്കുകയാണ്. മുന്നോട്ട് കുതിച്ച ഗെവിൻ പെട്ടെന്ന് അറിയാതെ നിന്നുപോയി. അതിന്റെ കാരണം സഹീറിന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട ആ വെളുത്ത ബോണാണ്. ആ ഡിവൈൻ വെപ്പൺ സഹീറിന്റെ കയ്യിലിരിക്കുകയാണ്. ആ ഡിവൈൻ വെപ്പൺ ഗെവിന് നേരെ പിടിച്ചുകൊണ്ട് സഹീർ ഗെവിനോട് പറഞ്ഞു, ഗെവിൻ, ഈ നിമിഷം എനിക്ക് നിന്നെ കൊല്ലാം. നിന്നെ മാത്രമല്ല ഇവിടെ കൂടി നിൽക്കുന്ന ആരെയും കൊല്ലാം. ഞാനിനി നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാൻ പോവുകയാണ്. ഈ സംഘടനയ്ക്ക് ഒരു നിയമമുണ്ട്. അത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. ആരുടെ കയ്യിലാണോ ഈ വെളുത്ത ബോണുള്ളത് അവരാണ് സംഘടനയുടെ ലീഡർ. എന്ന് പറഞ്ഞാൽ ഈ നിമിഷം മുതൽ ഞാനാണ് ഈ സംഘടനയുടെ ലീഡർ.
ലീഡർ നിലയിൽ ഞാനിതാ ആജ്ഞാപിക്കുകയാണ്. മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നിങ്ങൾ ഈ ഹണ്ടർ ഓർഗനൈസേഷൻ വിട്ടുപോകണം. 2-3 കാര്യങ്ങൾ തുരുതുര സഹിറങ്ങ് പറഞ്ഞിരിക്കുകയാണ്. ആ ഹണ്ടർ ഓർഗനൈസേഷൻ നിയമാവലി അനുസരിച്ച് ബോർഡ് കയ്യിലുള്ള ആള് ലീഡറാണ്. അത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. 2ാമത്തെ കാര്യം, മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് പോകണമെന്ന് അയാൾ പറഞ്ഞ കാര്യമാണ്. ആ ഭാഗത്ത് പലർക്കും ഒബ്ജക്ഷൻ ഉണ്ടായി. ആദ്യം ഒബ്ജക്ഷൻ ഉന്നയിച്ചത് സഹൽ ജിൻസനാണ്. ജിൻസൺ ഉറക്കെ സഹീറിനോട് പറഞ്ഞു, സഹീർ, നീ അതിരുകൾ കടക്കുകയാണ്. ഒരു ബോർഡ് കയ്യിൽ കിട്ടിയെന്ന് കരുതി നീ അങ്ങനെ ലീഡറായി എന്ന് നീ കരുതണ്ട. ജിൻസൺ, നിനക്ക് ഞാൻ ഒരിക്കൽ കൂടി വാണിംഗ് നൽകുകയാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാൽ നിന്നെ അവസാനിപ്പിക്കാനും ഞാൻ മടിക്കില്ല. ഗവനോട് പറഞ്ഞ അതേ വാചകം തന്നെ ജിൻസിനോടും സഹീർ പറഞ്ഞതും. മാർക്ക് ഗവിനെയും ജിൻസിനെയും ഒന്ന് നോക്കിയിട്ട് സഹീറിനോടായി പറഞ്ഞു, സഹീർ, നീ പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ ഹണ്ടർ ഓർഗനൈസേഷൻ വിടാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നീ നേതാവായ സ്ഥിതിക്ക് ഇനി ഞാനിവിടെ തുടരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ മാർക്കിന്റെ മുറിയിലേക്ക് നടന്നു. മാർക്കിന്റെ സാധനങ്ങളുമായി അല്പസമയം കഴിഞ്ഞതും ആ മുറിയിൽ നിന്ന് നേരെ പുറത്തേക്ക് നടക്കുകയാണ്. അത് കണ്ടതും ജിൻസനും ഗവിനും ഓടി മാർക്കിന്റെ അടുത്തെത്തി. മാർക്ക്, അവൻ എന്തെങ്കിലും പറഞ്ഞു കരുതി ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഗവിൻ, അവൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഞാൻ പോകുന്നത്. ഞാൻ ഇവിടെ നിന്നാൽ ആ ക്ലൗഡ് സെക്ഷൻകാർ നിങ്ങളെ ശല്യം ചെയ്യും. ഇപ്പോൾ ലീഡർ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അത്ര സുരക്ഷിതരുമല്ല. ഞാൻ നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. മാർക്ക് അത് പറയുമ്പോൾ ഗവിനും ജിൻസനും പുറയിലായി എത്തിക്കഴിഞ്ഞിരുന്ന ആ ഹണ്ടേഴ്സും ആ കാര്യം ഉൾക്കൊള്ളുകയാണ്. മാർക്ക് ഫെല്ലറെ തേടി ക്ലൗഡ് സെക്ഷൻ ആളുകൾ വീണ്ടും അവിടേക്ക് വന്നാൽ ഒരു യുദ്ധം തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ആ ബോർഡ് കയ്യിലുണ്ടായിരുന്ന ലീഡർ അല്ല ബോർഡ് കയ്യിലുള്ള സഹീർ. ലീഡർ ശരിക്കൊരു നല്ല ഫൈറ്റർ ആയിരുന്നു. സഹീർ ചിലപ്പോൾ ക്ലൗഡ് സെക്ഷനൊപ്പം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ മാർക്ക് പിടിക്കപ്പെടാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. ആ കാര്യം അവിടെ കൂടി നിൽക്കുന്ന ഹണ്ടേഴ്സിനൊക്കെ അറിയാം. അവരും ആ കാര്യം ഗവിനോടും ജിൻസിനോടും പറഞ്ഞു. എല്ലാവരും ഏതാണ്ട് ഒരേ ശൈലിയിൽ സംസാരിക്കുന്നുണ്ടതും മാർക്ക് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന് നടന്നു. മാർക്ക് ആ ഫോറസ്റ്റിലേക്ക് നടന്നു കയറുന്നത് വല്ലാത്തൊരു വിഷമത്തോടെയാണ് ഗവിനും അതുപോലെ ജിൻസനും കണ്ടത്. ജിൻസനും ഗവിനുമുള്ള ആ സങ്കടം മറ്റേ ഹണ്ടേഴ്സിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ ഉണ്ട്. പക്ഷെ പലരും ന്യൂട്രലാണ്. ആരുടെ കയ്യിലാണ് അധികാരം അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പൊതുവെ അവരുടെ രീതി. മാർക്ക് ആ ഓർഗനൈസേഷനിൽ എത്തിയതുപോലെ തന്നെയാണ് അവിടെയുള്ള ഒട്ടുമുക്കാൽ ആളുകളും എത്തിയിരിക്കുന്നത്. അവരുടെയൊക്കെ നാടുകളിൽ നിന്ന് അവരൊക്കെ ഒളിച്ചോടി എത്തിയിരിക്കുന്ന ആളുകളാണ്. അവിടുത്തെ ലീഡറെയോ അല്ലെങ്കിൽ ശക്തനായ ആരെങ്കിലും ഒക്കെ എതിർക്കുകയോ തല്ലുണ്ടാക്കുകയോ ചെയ്തിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഓടി രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന അവർക്കുള്ള ഏക ആശ്രയം ആ ഹണ്ടർ ഓർഗനൈസേഷനാണ്. അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായാൽ അത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും. മാർക്ക് ഫെല്ലർക്ക് വേണ്ടി ക്ലൗഡ് സെക്ഷനുമായി ഫൈറ്റ് ഉണ്ടാക്കുന്നത് ആത്മഹത്യാപരമാണെന്നൊരു ഫീല് മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് പലരും നിശബ്ദത പാലിച്ചത്. മാർക്ക് ഫെല്ലർ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് പോയ വിവരം ഇതിനിടയിൽ ലിയാൻഡറും അയാൾക്കൊപ്പമുള്ള ആ മൈറ്റി ലെവൽ വാരിയേഴ്സും അറിഞ്ഞു. അത് അറിഞ്ഞതും ലിയാൻഡർ ഒന്ന് ചിരിച്ചു. നമ്മുടെ പരിപാടി വിജയിച്ചു എന്നാണ് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ മാർക്കിനെ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലിട്ട് തീർക്കാം. ഹണ്ടർ ഓർഗനൈസേഷന്റെ ആ തണൽ ഇനി മാർക്കിനില്ല. മാർക്ക് ഒറ്റയ്ക്കാണ്. ആ മാർക്കിനെ വേട്ടയാടുക എന്നുള്ളത് സിമ്പിൾ കാര്യമാണ്. ലിയാൻഡർ എന്ന് പറയുമ്പോൾ ആ മൈറ്റ് ലെവൽ ഫൈറ്റേഴ്സിനും ആ കാര്യം അറിയാം. ആ 4 സംഘം ഉടനെ കാട്ടിലേക്ക് തിരിച്ചു. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ അതിവേഗം ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലൂടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ സ്പിരിച്വൽ എനർജിയുടെ തരിമ്പ് പോലും ഇല്ലാത്തത് കൊണ്ട് മാർക്ക് ആ ഫോറസ്റ്റിനകത്തൂടി കടന്നു പോകുമ്പോൾ ഡീമൺ ബീസ്റ്റുകളുടെ ശ്രദ്ധയിൽ മാർക്ക് പെടുന്നതേയില്ല. മാർക്കിന്റെ ശരീരത്തിലെ ഊർജത്തെ അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മാർക്കിന്റെ സാന്നിധ്യം അവർക്ക് അറിയാൻ പറ്റാത്തത്. മാർക്കിന് അത് ശരിക്കും ഇപ്പോൾ ഗുണമായി മാറിയിരിക്കുകയാണ്. മാർക്ക് മരങ്ങൾക്കിടയിലൂടെ വളരെ വളരെ ഉള്ളിലേക്ക് നീങ്ങുകയാണ്. മാർക്കിനറിയാം ആ ഹണ്ടർ ഓർഗനൈസേഷന് സമീപത്തായി ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആളുകൾ ഉണ്ടെന്ന്. അവന്മാരുടെ കണ്ണ് വെട്ടിച്ച് പരമാവധി ദൂരത്തേക്ക് കടക്കുക, അത് മാത്രമാണ് മാർക്കിന്റെ ടാർഗറ്റ്. ഈ സമയത്ത് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലെത്തിയ ലിയാൻഡർക്കൊപ്പമുള്ള ആ 3 മൈറ്റ് ലെവലുകാരും ഫോറസ്റ്റിനകത്തേക്ക് കടന്നു. അവര് ആ കാടിനകത്തേക്ക് കടന്ന് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്. ഒരു വലിയ വൈക്കോൽ കൂനയിൽ ഒരു ചെറിയ മൊട്ടുപിന്ന് തപ്പുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവപ്പെടുമോ അതേ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അവർക്ക് അനുഭവപ്പെടുന്നത്. എങ്ങോട്ട് നോക്കിയാലും ഇരുട്ട് മാത്രമുള്ള ഒരു ഘോര വനത്തിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. അവിടെ ആ മാർക്ക് ഫെല്ലറെ തിരയുക എന്ന് പറഞ്ഞാൽ
അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യമായിരിക്കുകയാണ്. പക്ഷേ ഉദ്യമം അവസാനിപ്പിക്കാൻ അവർ തയ്യാറല്ല. അവർ പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. അവർക്ക് സംശയം തോന്നുന്ന മേഖലകൾ മുഴുവൻ അരച്ച് പറക്കുകയാണ് അവരുടെ യാത്ര. വൻ മരങ്ങളും പാറകളും ഗുഹകളും പുഴയോരങ്ങളും എല്ലാം അവർ പരന്നുണ്ട്. കുറ്റിക്കാടുകൾ പോലെ തോന്നുന്ന സ്ഥലത്തുമൊക്കെ നോക്കിയാണ്. പല സ്ഥലങ്ങളിലും പുല്ല് നന്നായി വളർന്നു നിൽക്കുന്നുണ്ട്. അതിനിടയിലും അവർ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ യാത്ര അത്ര അങ്ങോട്ട് സുഗമമല്ല. പക്ഷേ ഏകദേശം ഒരു 1.5-2 മണിക്കൂറായപ്പോൾ ആ കാട്ടിൽ അവർക്ക് പതുക്കെ പതുക്കെ പ്രതിബന്ധങ്ങൾ വന്നു പെട്ടു തുടങ്ങി. ഡീമനിക് ബീസ്റ്റുകൾ ഈ തിരച്ചിൽ കണ്ടു എന്നർത്ഥം. ഡീമനിക് ബീസ്റ്റുകൾ ഒന്നൊന്നായി ആ 4 സംഘത്തെ നേരിട്ട് തുടങ്ങിയാണ്. ഒരു കൂട്ടം ചെന്നായ്ക്കളാണ് ആദ്യം അവരെ ആക്രമിച്ചത്. ശരിക്കും ക്രൗരതയുടെ അവസാന വാക്കെന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ആ ചെന്നായ്ക്കൾ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ എവിടെ നിന്നോ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാം. സകല സ്ഥലത്തുനിന്നും ഒരുമിച്ച് ആ ചെന്നായ്ക്കൾ അവിടെ പുറത്തേക്ക് ചാടി വീണതും ആ മൈറ്റ് ലെവൽ വാരിയേഴ്സും ഓൾ മൈറ്റ് ലെവലിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ലിയാൻഡറും ചേർന്ന് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ നടത്തി. ആ ചെന്നായ്ക്കളെ മുഴുവൻ അവർ അവസാനിപ്പിക്കുമ്പോഴേക്കും 4 പേരുടെയും ദേഹത്ത് ചോര പൊടിഞ്ഞിട്ടുണ്ട്. ആ യുദ്ധം കഴിഞ്ഞ് അല്പനേരം അവരവിടെ ഇരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ അവർക്ക് ആ യാത്ര അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. അവർ മാർക്കിനെ തേടി പിന്നെയും മുന്നോട്ട് യാത്ര ചെയ്തു. അവരങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അവരങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവരെ എതിരിടുന്ന ജീവികളും മാറി തുടങ്ങി. ചെന്നായ്ക്കിൽ നിന്ന് കരടിയിലേക്കും പുലിയിലേക്കൊക്കെ പതുക്കെ ആക്രമണം മാറുകയാണ്. ആ ആക്രമണങ്ങളേക്ക് അതിജീവിച്ച് അവർ മുന്നോട്ട് കയറുന്തോറും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. ഉൾക്കാട്ടിലേക്ക് കയറിയപ്പോൾ പ്രകാശത്തിന് തരി പോലുമില്ല. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അതിശക്തമായ ഒരു ആക്രമണം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ആ മൈറ്റി ലെവലിൽ ഒരാൾ പെട്ടെന്ന് ലിയാൻഡറോട് പറഞ്ഞു, യങ് മാസ്റ്റർ, ഇനിയും നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചു പോകാൻ പറ്റില്ല. ലിയാൻഡർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ലിയാൻഡറുടെയും ആ മൈറ്റി ലെവൽ വാരിയസിന്റെയും ദേഹത്തിന്റെ പല ഭാഗത്തു നിന്നും ഇപ്പോ ചോര അടർന്നു വീഴുന്നത് അവർക്കിനെ അറിയാം. അവരുടെ ബോഡിയിൽ സ്പിരിച്വൽ എനർജി ഉള്ളത് കൊണ്ട് ആ പരിക്കുകൾ അതിവേഗം ഭേദമാകുന്നു എന്ന് മാത്രം. തൊട്ടു മുമ്പേ ഉണ്ടായ ഏറ്റുമുട്ടൽ അതിശക്തരായ കരടികളുമായിട്ടാണ്. അത് അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ഒരു യുദ്ധമായിരുന്നു. ഏകദേശം 30 മിനിറ്റോളം ആ കരടികളുമായി പോരാടിയിട്ടാണ് ആ മൈറ്റ് ലെവൽ വാരിയേഴ്സും ലിയാൻഡറും ശരിക്കും ആ കരടികളെ പരാജയപ്പെടുത്തിയത്. ഇനി 1 ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങുന്നത് സുരക്ഷിതമല്ലെന്ന് ഒരു തോന്നൽ ലിയാൻഡർക്കും തോന്നി. ലിയാൻഡർ അയാളുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് പിന്മാറാം. പക്ഷെ പിന്മാറാം എന്ന് പറഞ്ഞപ്പോഴാണ് അടുത്ത അപകടം അവർ തേടി വന്നത്. അവർ പുറകോട്ട് നീങ്ങുമ്പോഴും അവരെ ആക്രമിക്കുന്ന ജീവികൾ അവർ വിടുന്നില്ല. ഒരു പരുവത്തിൽ ഏകദേശം ഒരു 2-3 മണിക്കൂർ കാര്യമായി ശ്രമിച്ചിട്ടാണ് അവർ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പുറത്ത് അവരെത്തുമ്പോൾ അവരെ കണ്ടാൽ അതൊരു കാഴ്ച തന്നെയാണ്. അവരുടെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ കീറി പറഞ്ഞിരിക്കുകയാണ്. 4 വലിയ ഫൈറ്റേഴ്സ് ആണെന്നൊക്കെ പറയുമെങ്കിലും ദേഹത്ത് പോറലേൽക്കാത്ത സ്ഥലമില്ല എന്ന് തന്നെ പറയാം. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ആ 4 സംഘം കുറേ നേരം ഒരു പാറപ്പുറത്ത് അങ്ങനെ ഇരുന്നു പോവുകയാണ്. ശരിക്കും ക്ഷീണം 4 പേർക്ക് അനുഭവപ്പെടുകയാണ്. ഇതിനിടയിൽ ഒരു പകലും രാത്രിയും ഏതാണ്ടെങ്കിൽ കടന്നുപോയി എന്ന് പറയാം. നേരം പരപരാ വെളുത്തപ്പോൾ ആ മൈറ്റ് ലെവലിലെ ഒരാൾ ലിയാൻഡറോട് പറഞ്ഞു, യങ് മാസ്റ്റർ, നമ്മൾ ഇനി എന്താ ഇപ്പം ചെയ്യുക? നമ്മളിവിടെ ഈ വനത്തിനടുത്ത് ഇങ്ങനെ കാത്തിരുന്നുകൊണ്ട് കാര്യമില്ല. ആ മാർക്ക് കാടിനകത്തേക്ക് കയറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവൻ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവനെ കണ്ടുപിടിക്കാൻ ഒരു പരിപാടി ഇട്ടേ പറ്റൂ. ലിയാൻഡർ അത് പറഞ്ഞതും ആ മൈറ്റ് ലെവലുകാർ മാർക്കിനെ പിടികൂടാനുള്ള പദ്ധതികൾ പതുക്കെ പതുക്കെ ചർച്ച ചെയ്തു തുടങ്ങി. ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഹണ്ടർ ഓർഗനൈസേഷൻ്റെ കൗണ്ടറിൽ ഒരു ആളനക്കം കേട്ടു. കൗണ്ടറിൽ രജിസ്ട്രേഷൻ നടപടികൾക്ക് ചുമതലപ്പെട്ട ജിൻസൺ മുഖമുയർത്താതെ ആഗതരോട് പറഞ്ഞു, പറയൂ, എന്താ വേണ്ടത്? ഞങ്ങൾ ഒരു ബൗണ്ടിയുമായ വന്നിരിക്കുന്നത്. ശബ്ദം കേട്ട് ജിൻസൺ തല ഉയർത്തി നോക്കുമ്പോൾ അവൻ കാണുന്നത് ആ ഹോളി സെക്ഷനിലെ 4 സംഘത്തെയാണ്. ബൗണ്ടിയോ? ബൗണ്ടി ഞങ്ങൾ ഏറ്റെടുക്കാറില്ല. നിങ്ങൾ ഡീമൺ ബെസ്റ്റുകളെ വേട്ടയാടുന്നവരല്ലേ? അതുപോലെ വേട്ടയാടാൻ പറ്റിയ ഒരു സംഭവം അത്രയേ ഉള്ളൂ ഈ ബൗണ്ടി. നിങ്ങൾ എന്തായി പറയുന്നത്? നോക്ക്, ഞങ്ങൾക്ക് വേണ്ടത് മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലർ വേട്ടയാടാൻ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ പ്രതിഫലം നൽകും. ഒരു കാരണവശാലും ഞങ്ങൾ മാർക്ക് ഫെല്ലറെ വേട്ടയാടാനുള്ള ബൗണ്ടി ഏറ്റെടുക്കത്തില്ല. ഈ ഓർഗനൈസേഷൻ
ഒരു അസാസിൻ ഓർഗനൈസേഷൻ അല്ല. ഇത് ഒരു ഹണ്ടിങ് ഓർഗനൈസേഷനാണ്. സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഇറച്ചി സപ്ലൈ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഞങ്ങൾ ഒരിക്കലും മനുഷ്യരെ വേട്ടയാടില്ല. വളരെ വളരെ വ്യക്തമായിട്ടാണ് ജിൻസൺ അവരുടെ ഐഡിയോളജി അവതരിപ്പിച്ചത്. അത് കേട്ടതും ലിയാൻഡർ ഉറക്കെ ജിൻസണോടായി പറഞ്ഞു, നോക്ക്, മാർക്ക് ഫെല്ലറെ പിടികൂടാനുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഞങ്ങൾക്ക് നിങ്ങൾ നൽകിയാൽ മാത്രം മതി. അങ്ങനെ നൽകുകയാണെങ്കിൽ നൽകുന്ന ആളിന് ഞാൻ 2 ലക്ഷം സ്പിരിറ്റ് കോയിൻ സമ്മാനം നൽകും. 2 ലക്ഷം സ്പിരിറ്റ് കോയിൻ എന്ന് കേട്ടപ്പോൾ ഈ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടുന്ന ഹണ്ടേഴ്സിനിടയിൽ പെട്ടെന്ന് ഒരു അനക്കം ഉണ്ടായി. 2 ലക്ഷം സ്പിരിറ്റ് കോയിൻ സാധാരണ ലഭിക്കുന്നത് ഏതെങ്കിലും ഡീമൺ ബേസ്റ്റിനെ കൊന്ന് അതിൻ്റെ ബോഡി ആ ഹണ്ടർ ഓർഗനൈസേഷനിൽ എത്തിക്കുമ്പോഴാണ്. പക്ഷെ ഇവിടെ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. മാർക്ക് എവിടെയാണ് ഉള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മാത്രം മതി അവർക്ക് 2 ലക്ഷം സ്പിരിറ്റ് കോയിൻ കിട്ടും. ആളുകളുടെ ആ ഇളക്കം മനസ്സിലാക്കിയ ജിൻസൺ ലിയാൻഡറോട് പറഞ്ഞു, അതൊന്നും ശരിയാവില്ല, ഞങ്ങൾ ഏറ്റെടുക്കില്ല. ജിൻസനോട് മറുപടി പറയാതെ ലിയാൻഡർ ഉറക്കെ പറഞ്ഞു, 3 ലക്ഷം സ്പിരിറ്റ് കോയിൻ. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അലസമായി നിന്ന ആളുകൾ പതുക്കെ ആ കൗണ്ടറിനടുത്തേക്ക് നടന്നു തുടങ്ങി. അവര് ആ കൗണ്ടറിനടുത്തേക്ക് നടന്നു വരുന്ന കണ്ടതും ലിയാൻഡർ ഉറക്കെ പറഞ്ഞു, 5 ലക്ഷം സ്പിരിറ്റ് കോയിൻ. 5 ലക്ഷം എന്ന് കേട്ടപ്പോ ശരിക്കും ഒരു ഇളക്കം അവിടെ എല്ലായിടത്തും ഉണ്ടായി. നേരത്തെ ആ മൈറ്റി ലെവലിലെ സ്പിരിറ്റ് ലയണിനെ കൊല്ലുന്ന ആളിനാണ് 5 ലക്ഷം സ്പിരിറ്റ് കോയിൻ ആദ്യമായി ഓഫർ ചെയ്യപ്പെട്ടത്. അതൊരു വലിയ സംഭവമായിരുന്നു. മാർക്കാണ് അത് നേടിയത്. അതിനുശേഷം ഇതാ മാർക്കിന്റെ വിവരം കൊടുക്കുന്ന ആളിന് 5 ലക്ഷം സ്പിരിറ്റ് കോയിൻ ഓഫർ ചെയ്യപ്പെടുകയാണ്. ആളുകളുടെ ആ ഇളക്കം ജിൻസനെയും ഒന്ന് ഞെട്ടിച്ചു എന്ന് പറയാം. അവന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവൻ അമ്പരന്ന് നിൽക്കുമ്പോൾ ലിയാൻഡർ ഉറക്കെ പറഞ്ഞു, 1 മില്യൺ സ്പിരിറ്റ് കോയിൻ. മാർക്ക് ഫെല്ലറെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ മാത്രം മതി, ഞങ്ങൾ 1 മില്യൺ സ്പിരിറ്റ് കോയിൻ നൽകും. കേൾക്കേണ്ട താമസം അനവധി ആളുകൾ കൗണ്ടറിനടുത്തേക്ക് ഓടി വന്നു. അത് കണ്ടതും ജിൻസൺ ഉറക്കെ പറഞ്ഞു, അതൊന്നും ശരിയാകില്ല. ജിൻസൺ അത്രയേ പറയാൻ പറ്റുള്ളൂ. അപ്പോ സഹീർ അവിടേക്ക് വന്നു. സഹീർ ലിയാൻഡറോട് പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ ഓർഡർ ഈ ഓർഗനൈസേഷൻ എടുക്കുന്നു. ഈ ഓർഗനൈസേഷൻ ലീഡർ എന്ന നിലയിൽ ഞാനാണ് ആ ഓർഡർ എടുക്കുന്നത്. വളരെ വ്യക്തമാണ് സഹീറിന്റെ ആ വാക്കുകൾ. സഹീർ ആ ഓർഗനൈസേഷന്റെ ലീഡറായി മാറിക്കഴിഞ്ഞുവെന്ന് അയാളുടെ ആ ഭാവവും ശബ്ദവും വിളിച്ചു പറയുകയാണ്. ചിരിച്ചുകൊണ്ട് സഹീർ ലിയാൻഡറോടും കൂട്ടുകാരോടും പറഞ്ഞു, ബാ, ഇപ്പൊ തന്നെ നമുക്ക് ഓർഡർ ഫില്ല് ചെയ്യാം. സഹീർ ആ 4 സംഘത്തെ ലീഡറുടെ മുറിയിലേക്കാണ് കൊണ്ടുവന്നത്. അവിടെ വിശാലമായ ടേബിളുണ്ട്. ടേബിളിന്റെ അപ്പുറത്തായിരുന്ന ലിയാൻഡർ അവിടെയുള്ള ഓഫീസ് ഫോമൊക്കെ ഫില്ല് ചെയ്തു. ഫോമെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം സഹീർ അവർക്കൊപ്പം പുറത്തിറങ്ങി. സഹീർ അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞു, കേട്ടല്ലോ, മാർക്ക് ഫെല്ലറെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആര് ഇവിടെ എത്തിച്ചാലും അവർക്ക് 1 മില്യൺ സ്പിരിറ്റ് കോയിൻ പ്രതിഫലം ലഭിക്കും. കേൾക്കേണ്ട താമസം ആ സകല ഹണ്ടേഴ്സും ഒരൊറ്റ ഓട്ടം. സകലരും ഓടുന്നത് ആ ഗ്രീൻ ബ്രോക്ക് ഫോറസ്റ്റിന് നേരെയാണ്. ആ ഓടിപ്പോകുന്ന ആളുകൾ പലരും ധരിച്ചിരിക്കുന്നത് മാർക്ക് ഫെല്ലർ അവർക്ക് ഫ്രീ ആയി വാങ്ങിച്ചു കൊടുത്ത പടച്ചട്ടകളാണ്. ആ ഓടിപ്പോകുന്ന ആളുകളെ നോക്കി നിൽക്കുന്ന ജിൻസനും ഗെവിനും ശരിക്കും വിഷണ്ണരായി ആ രംഗത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ ഈ സമയത്തും ആ ഉദ്യമത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന കുറേയേറെ ആളുകളുണ്ട്. 1 മില്യൺ സ്പിരിറ്റ് കോയിൻ എന്നല്ല, എത്ര മില്യൺ സ്പിരിറ്റ് കോയിൻ കൊടുക്കാന്ന് പറഞ്ഞാലും അത്തരം ഒരു ദൗത്യം ഏറ്റെടുക്കില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച ആളുകൾ ഇപ്പോഴും ആ ഹണ്ടർ ഓർഗനൈസേഷനകത്തുണ്ട്. അവർ ജിൻസനും ഗെവിനും തൊട്ടുപുറയിൽ അങ്ങനെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് സഹീറിനോട് യാത്ര പറഞ്ഞ് ലിയാൻഡറും അയാൾക്കൊപ്പമുള്ള ആ മൈറ്റി ലെവൽ വാരിയസും അവരിരുന്ന ആ പാറയുടെ ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. ശരിക്കും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം വരികയാണ്. ഒറ്റയ്ക്ക് ഒന്നിച്ച് വലിയ സംഭവമായി നിന്ന ആ ഹണ്ടർ ഓർഗനൈസേഷൻ ഇതാ ഒരാഴ്ച കൊണ്ട് പൊളിച്ച് അടുക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും മാർക്ക് ഫെല്ലറെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ അതേ ഹണ്ടർ ഓർഗനൈസേഷൻ ആളുകൾ ഇതാ മാർക്കിനെ ഒറ്റാൻ വേണ്ടി വനത്തിനകത്തേക്ക് കടക്കുകയാണ്. ശരിക്കും ആ കാഴ്ചയുടെ ഉത്തരവാദിത്വം ആ 1 മില്യൺ സ്പിരിറ്റ് കോയിനാണ്. പണത്തിന് മുകളിൽ പരുന്ത് പോലും പറക്കില്ലെന്ന് പറയുന്നത് വെറുതെയല്ല. പണം ആളുകളുടെ കണ്ണ് മഞ്ഞളിപ്പിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഈ സമയത്ത് മാർക്ക് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്ത് വളരെ വളരെ ഉള്ളിൽ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കിനെ അവിടെയുള്ള ഡീമൺ ബീസ്റ്റുകൾ ഒന്നും കണ്ടിട്ടേയില്ല.
മാർക്കിന്റെ സാന്നിധ്യം പോലും അവർ അറിഞ്ഞിട്ടില്ല. മാർക്കിനെ കണ്ടുപിടിക്കാനായി വനത്തിനകത്തേക്ക് കടന്നിരിക്കുന്ന ആളുകൾ വല്ലാത്തൊരു മോഹത്തിലാണ്. മാർക്കിനെ അവര് കണ്ടെത്തിയിട്ട് എവിടെ മാർക്കുണ്ട് എന്ന കാര്യം മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ അവർക്ക് ലഭിക്കുന്നത് 1 മില്യൺ സ്പിരിറ്റ് കോയിൻ ആണ്. അതാണ് അവർ ശരിക്കും ആകർഷിച്ചിരിക്കുന്നത്. ഹണ്ടേഴ്സ് ആ 1 മില്യൺ സ്പിരിറ്റ് കോയിൻ എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യം മനസ്സിലിട്ടുകൊണ്ട് വനത്തിനകത്ത് മാർക്കിനെ തിരഞ്ഞു തുടങ്ങി. പതുക്കെ പതുക്കെ ആ സംഘങ്ങൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആ വിശാലമായ കാടിന്റെ പല ഭാഗങ്ങളിലായിട്ട് അങ്ങ് ചിതറി. കടലുപോലെ പരന്നു കിടക്കുകയാണ് ഈ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ്. അതിനകത്ത് നിന്ന് മാർക്ക് ഫെല്ലറെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം, മാർക്ക് അധികം ഉള്ളിലേക്കൊന്നും പോകത്തില്ല. അധികം ഉള്ളിലേക്ക് പോയാൽ അവിടെയുള്ള ആ ഡീമൺ ബീസ്റ്റുകൾ മാർക്കിനെ അവസാനിപ്പിക്കും. അതുകൊണ്ട് മാർക്കും സുരക്ഷിതമായി എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനാണ് സാധ്യത. അങ്ങനെ ഒരു ബോധ്യം അവർക്കുണ്ട്. അതാണ് അവരുടെ ധൈര്യവും. ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ മാർക്ക് ഫെല്ലർ ആ ബാറ്റിൽ ഫോർമുലയുടെ 6th ലെവല് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കിന് ആകെ ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ അത് മാത്രമാണ്. സ്പിരിച്വൽ എനർജി ആവശ്യമില്ലാത്ത എക്സസൈസുകൾ മാത്രമേ മാർക്കിന് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. മാർക്ക് ആ ബാറ്റിൽ വേൾഡ് ഫോർമുല ഹൃദയസ്ഥമാക്കാനായി നിരന്തരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം മാർക്ക് കേട്ടു. ശബ്ദം കേട്ട മാർക്ക് ആ ശബ്ദമുണ്ടായ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. അവിടെ മാർക്ക് കാണുന്നത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു കൂറ്റൻ ചെലന്തിയോട് ഹണ്ടർ ഓർഗനൈസേഷനിലെ 2 ആളുകൾ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. കൂറ്റൻ ചെലന്തി എന്ന് പറഞ്ഞാൽ കാട് ഏതാണ്ട് ആ ചിലന്തി നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ കാലുകൾക്കും വല്ലാത്തൊരു ബലം. ആ കൂറ്റൻ ചെലന്തിയുടെ മുന്നിൽ യാദൃശ്യവശാൽ ആ 2 ഹണ്ടർമാരും വന്ന് പെട്ടുപോയതാണ്. ആ ഹണ്ടർമാർക്ക് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത ശൈലിയിൽ ആ ചിലന്തി വല വിരിക്കുകയും ചെയ്തു. ശരിക്കും ഒരു വലയ്ക്കുള്ളിൽ ആ 2 ഹണ്ടർമാരും പെട്ടിരിക്കുകയാണ്. ആ കൂറ്റൻ ചിലന്തിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ആ ഹണ്ടേഴ്സ്. മാർക്ക് നോക്കുമ്പോൾ കാണുന്നത് ചിലന്തി ഒന്ന് തറയിന്ന് പൊങ്ങുന്നതാണ്. ആ നിമിഷത്തിൽ അതിന്റെ 2 കാലുകളും ആ 2 ഹണ്ടേഴ്സിന്റെയും പുറത്ത് അതിശക്തമായി പതിക്കുകയും ചെയ്തു. അതിശക്തമായി ആ കാലുകൾ പതിച്ചതും ആ 2 ഹണ്ടേഴ്സും നിന്ന സ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരേക്ക് തെറിച്ചു. തെറിക്കുന്നതിനിടയിൽ അവര് ചെന്ന് ഇടിച്ചത് മരങ്ങളിലാണ്. അവർ ചെന്ന് ഇടിച്ചപ്പോൾ ചില മരങ്ങളൊക്കെ ഒടിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു. ശരിക്കും ശക്തമായ ഫോഴ്സാണ് ആ ചിലന്തിയുടെ കാലുകൾക്കുള്ളതെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. തെറിച്ചു വീണ ആ ഹണ്ടേഴ്സിന്റെ വായിന്ന് രക്തം കുടുകൂട ഒഴുകി തുടങ്ങി. അവരുടെ ബോഡിയൊക്കെ ഏതാണ്ട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. മരത്തിൽ വളരെ ശക്തമായിട്ടാണ് അവർ ഇടിച്ചിരിക്കുന്നത്. അതിനേക്കാളും ശക്തമായിട്ടാണ് അവരെ ആ ചിലന്തി പഞ്ച് ചെയ്തിരിക്കുന്നത്. തറയിൽ വീണ ആ 2 ഹണ്ടേഴ്സും എണീക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ചിലന്തി പറന്ന് അവിടെ തൊട്ടു മുന്നിലെത്തിക്കഴിഞ്ഞു. ആ കൂറ്റൻ ചിലന്തിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടാനുള്ള ആ വഴിയിലാണെങ്കിൽ ചിലന്തി വല കൊണ്ട് ഒരു മതിൽ തന്നെ ആ ചിലന്തി കെട്ടിയിരിക്കുകയാണ്. തൊട്ടു മുന്നിൽ ആ ചിലന്തി. മരണം ആ 2 ഹണ്ടേഴ്സിന്റെ കണ്ണിൽ ഇപ്പോൾ നമുക്ക് വായിച്ചെടുക്കാം. 2 കാലുകൾ മുന്നോട്ടുയർത്തിയ ചിലന്തി അതിശക്തമായ ആ കാലുകൾ ആ ഹണ്ടേഴ്സിന്റെ പുറത്തേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഒരു കൈ അതിശക്തമായി ആ ചിലന്തിയുടെ തലയിൽ പതിച്ചു. തലയിൽ ആ കൈ പതിക്കുന്നതിന് മുന്നേ ഒരു കാറ്റ് ആ ചിലന്തിയുടെ പുറത്ത് അടിച്ചിരുന്നു. ഇടിയേറ്റ് ചിലന്തി ശരിക്കും ദൂരേക്ക് തെറിച്ചു. ആ ചിലന്തി അതിശക്തമായി ആ ഹണ്ടേഴ്സിന്റെ തലയിലേക്ക് ആഞ്ഞടിക്കാൻ ശ്രമിച്ചതും ആ ഹണ്ടേഴ്സ് അറിയാതെ കണ്ണടച്ചു പോയിരുന്നു. സെക്കൻഡുകൾ കഴിഞ്ഞിട്ടും തങ്ങളുടെ പുറത്ത് ആ ചിലന്തിയുടെ ആക്രമണം നടന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ആ 2 പേര് കണ്ണു തുറക്കുമ്പോൾ അവർ കാണുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക്, നീ ഇവിടെ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ചോദിച്ചുകൊണ്ട് മാർക്ക് അവർ 2 പേരെയും പിടിച്ചെണീപ്പിച്ചു. മാർക്ക് അവരെ പിടിച്ചെണീപ്പിക്കുമ്പോഴും അവർക്ക് നല്ല പരിക്കുണ്ടെന്ന് വ്യക്തമാണ്. എണീറ്റ് നിൽക്കാൻ പോലും അവർ പാടുപെടുകയാണ്. ആ അവസ്ഥയിലും അവർ മാർക്കോട് ചോദിച്ചു, മാർക്ക് ഇവിടെയാണോ ഒളിവിൽ കഴിയുന്നത്? അതെ, ഇവിടെയാകുമ്പോൾ വേറെ ആളുകളൊന്നും വരത്തില്ല. മാർക്ക്, അതെന്തായാലും നന്നായി. ഞങ്ങള് വേട്ടയ്ക്ക് ഇറങ്ങിയതാണ്, വഴിതെറ്റി ഇവിടെ വന്നു പെട്ടതാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ തന്നെ മടങ്ങിപ്പോ, ഇവിടെ ഒരുപാട് അപകടമുണ്ട്. മാർക്ക് പറഞ്ഞപ്പോൾ ആ 2 ഹണ്ടേഴ്സും മാർക്കിനോട് നന്ദി പറഞ്ഞിട്ട് സാവധാനം പുറത്തേക്ക് നടന്നു തുടങ്ങി. ആ 2 ഹണ്ടേഴ്സും പുറത്തേക്ക് നടക്കുമ്പോൾ കുറച്ച് മാറി തറയിലേക്ക് വീണ ആ ചിലന്തി മാർക്ക് ഫെല്ലറിനെ അങ്ങനെ നോക്കുകയാണ്. ആ കൂറ്റൻ ചിലന്തി ഇപ്പോ വീണ്ടും അതിന്റെ കാലുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ ചിലന്തി മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് ആ നിന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് ജമ്പ് ചെയ്തു. ശരിക്കും അത് മരത്തിന്റെ മുകളിലേക്ക് ജമ്പ് ചെയ്ത പോലെയാണ് മാർക്കിന് തോന്നിയത്.
വേഗത്തിൽ ജമ്പ് ചെയ്ത് ആ ചിലന്തി അതിവേഗതയിൽ ഒരു വട്ടം പൂർത്തീകരിച്ചു എന്ന് പറയാം. മാർക്കിന് ചുറ്റുമായി ഒരു വല അത് സൃഷ്ടിച്ചതാണ്. മാർക്കിനെ വലയിൽ കുടുക്കാനുള്ള ആ ചിലന്തിയുടെ ബോധപൂർവമായ ഒരു ശ്രമം. മാർക്ക് തന്നെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്ന ആ വലയിൽ ഒന്ന് പിടിച്ചു. വലയിൽ പിടിച്ച മാർക്ക് ശക്തമായി ഒരൊറ്റ വലി. ആ നിമിഷത്തിൽ ആ ചിലന്തി വല വെറും നൂലുകൾ പോലെ പൊട്ടി അടർന്ന് താഴെ വീണു. ശരിക്കും ആ കാഴ്ച ആ ചിലന്തിയെ ഒന്ന് അമ്പരപ്പിച്ചു എന്ന് വ്യക്തമാണ്. ഇരുമ്പ് കമ്പിയേക്കാൾ ശക്തമാണ് ആ ചിലന്തിയുടെ ആ വലനാരുകൾ. അതിനെയാണ് മാർക്ക് ഫെല്ലർ വലിച്ചു പൊട്ടിച്ചിരിക്കുന്നത്. മാർക്കും ചിലന്തിയും ഇപ്പോൾ മുഖാമുഖമാണ്. പെട്ടെന്ന് ആ ചിലന്തി അതിവേഗതയിൽ മുന്നോട്ട് കുതിച്ചു. അതിൻ്റെ ഏത് കാലുകൾ വേണമെങ്കിലും അതിന് നിഷ്പ്രയാസം ആക്രമിക്കാൻ ഉപയോഗിക്കാം. മാർക്കിന്റെ ദൃഷ്ടി അതിന്റെ മുൻകാലുകളിലായിരുന്നു. അതിന്റെ മുൻകാലുകളുടെ ആക്രമണത്തിൽ രക്ഷപ്പെടാനായി മാർക്ക് ഫെല്ലർ അതിശക്തമായി ആ കാലിലേക്ക് പഞ്ച് ചെയ്യുമ്പോൾ ആ ചിലന്തിയുടെ ഒരു കാല് മാർക്കിന്റെ നെഞ്ചിലങ്ങ് പതിച്ചു. മാർക്കിനിപ്പോ സെയിന്റ്ലി ബോഡി ടെക്നിക്കോ മറ്റ് സ്പിരിച്വൽ എനർജി സംരക്ഷിതമുള്ള വേറെ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ ബോഡി തന്നെയാണ് മാർക്കിന്റെ പ്രതിരോധം. മാർക്കിന്റെ ബോഡിയിലേക്കാണ് അതിന്റെ ആ ഒരു കാല് പതിച്ചത്. മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ കാല് മാർക്കിന്റെ ബോഡിയിലൂടെ അങ്ങനെ പാഞ്ഞു പോയതും മാർക്കിന്റെ ദേഹത്തുണ്ടായിരുന്ന ഡ്രസ്സ് കീറിയെന്ന് മാത്രമല്ല, ബോഡി കീറി രക്തം ഒലിച്ചു തുടങ്ങി. മാർക്കിന്റെ ബോഡി ഉരുക്കിനേക്കാൾ ശക്തമാണ്. സാധാരണഗതിയിൽ മാർക്കിന്റെ ബോഡി ഒരു ആക്രമണത്തിനും വിധേയമാകുന്നതല്ല. ഏത് ആയുധത്തെയും പ്രതിരോധിക്കാനുള്ള കഴിവ് മാർക്കിന്റെ ബോഡിക്കുണ്ട്. എന്നിട്ടും മാർക്കിന്റെ ബോഡിയെ കീറി മുറിക്കാൻ ആ ചിലന്തിക്കിത പറ്റിയിരിക്കുകയാണ്. ആ രക്തത്തിലേക്ക് നോക്കിയ മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ബാറ്റിൽ ഫോർമുല 3rd ലെവൽ ആക്ടിവേറ്റ് ചെയ്തു. 3rd ലെവൽ ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ഫെല്ലർ ഒന്ന് ചാടി ഉയർന്നു ഒരൊറ്റ ഇടി. അതിശക്തമായി മാർക്കിന്റെ കൈ ആ ചിലന്തിയുടെ തലയിൽ പതിച്ചതും ആ ചിലന്തി ഒന്ന് കറങ്ങി. ആ ചിലന്തി ഒന്ന് കറങ്ങിയതും മാർക്ക് ഫെല്ലർ വീണ്ടും അതിന്റെ തലയിലേക്ക് ആഞ്ഞിടിച്ചു. രണ്ടാമത്തെ ഇടി അതിന്റെ തലയിലേക്ക് പതിക്കുന്ന ആ നിമിഷം തന്നെ മാർക്കിന്റെ കൈ വീണ്ടും അതിന്റെ തലയിൽ പതിക്കുകയാണ്. മാർക്ക് തുരുതുര പഞ്ച് ചെയ്തു തുടങ്ങി. ആ ചിലന്തിക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അതിന്റെ തലയിലേക്ക് മാർക്ക് തലങ്ങ് വിലങ്ങി ഇടി തുടങ്ങി. മാർക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് ബാറ്റിൽ വേൾഡ് ഫോർമുലയാണ്. ആ ബാറ്റിൽ വേൾഡ് ഫോർമുല മാക്സിമം ഒരു 10 മിനിറ്റ് വരെ നിലനിൽക്കത്തുള്ളൂ. അതിനിടയിൽ മാർക്കിന്റെ ചിലന്തിയെ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ മാർക്ക് പെട്ടത് തന്നെ. ആ കാര്യം അറിയാവുന്ന മാർക്ക് തുരുതുര അതിന്റെ തലയിൽ പഞ്ച് ചെയ്യാണ്. ഒരു 2-3 ഡസൻ ഇടിയെങ്കിലും മാർക്ക് അതിന്റെ തലയിൽ ഇടിച്ചിരണം. തല ഒന്ന് ചതഞ്ഞു എന്നല്ലാതെ അത് മരിച്ചില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതും മാർക്ക് പെട്ടെന്ന് 4th ലെവൽ ബാറ്റിൽ ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന് ഇനി 4-5 മിനിറ്റ് കൂടിയേ സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ അതിനെ കൊല്ലണം, ഇല്ലെങ്കിൽ അത് മാർക്കിനെ കൊല്ലും. 4th ലെവലിലേക്ക് മാർക്കിന്റെ ശക്തി കയറിയതും മാർക്കിന്റെ ആ പവർ അങ്ങ് കൂടി. മാർക്കിന്റെ ഇടി തുരുതുര അതിന്റെ പുറത്ത് വീണുകൊണ്ടിരുന്നതുകൊണ്ട് അതിന് മാർക്കിനെ അറ്റാക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നില്ല. അത് ശരിക്കും പ്രതിരോധത്തിലായിരിക്കുന്ന നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലറുടെ ശക്തി വർദ്ധിക്കുന്നതും മാർക്ക് വീണ്ടും ഇടി തുടങ്ങിയതും. ആ ചിലന്തിയുടെ തല മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മാർക്ക് വീണ്ടും തുടർച്ചയായി അതിന്റെ തലയിലേക്ക് ഇടിച്ചതും അതിന്റെ തല ചിതറി. പതുക്കെ അത് മണ്ണിലോട്ടങ്ങ് ചാഞ്ഞു. ആ ചിലന്തി മണ്ണിലോട്ട് ചായുമ്പോൾ മാർക്കിന് ശരിക്കും ക്ഷീണം അനുഭവപ്പെടുകയാണ്. ആ ചിലന്തിയുടെ ഒരു കാല് മാർക്കിന്റെ നെഞ്ചിലൂടെ അങ്ങനെ കടന്നു പോയപ്പോൾ മാർക്കിന്റെ നെഞ്ച് മുറിഞ്ഞിരുന്നു. ആ മുറിവിൽ ആ ചിലന്തിയുടെ ശരീരത്തിൽ നിന്ന് വിഷം കയറിയിരിക്കുകയാണ്. വളരെ ചെറിയ അളവിൽ മാർക്കിന്റെ ശരീരത്തിൽ വിഷം കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് മാർക്കിന് പെട്ടെന്ന് ഒരു ക്ഷീണം അനുഭവപ്പെട്ടു. മാർക്ക് വീണ് കിടക്കുന്ന ചിലന്തിയുടെ സമീപത്ത് സാവധാനം അങ്ങനെ ഇരുന്നു പോവുകയാണ്. ക്ഷീണം അനുഭവപ്പെടുന്ന മാർക്കിന്റെ കണ്ണുകൾ ഏതാണ്ട് അടഞ്ഞു വരികയാണ്. ആ നിമിഷത്തിലാണ് മാർക്ക് വളരെ കൗതുകരമായ ഒരു കാര്യം കണ്ടത്. ആ ചിലന്തിയുടെ ശരീരത്തിൽ നിന്ന് ഒരു വെളുത്ത പുക പതുക്കെ പതുക്കെ പുറത്തേക്ക് വരികയാണ്. ആ വെളുത്ത പുകയ്ക്ക് ഒരു വല്ലാത്ത ശക്തി ഉള്ളതുപോലെ മാർക്കിന് പെട്ടെന്ന് തോന്നുകയും ചെയ്തു. ക്ഷീണം കൊണ്ട് മയക്കം വന്നു തുടങ്ങിയ മാർക്ക് പെട്ടെന്ന് തന്നെ എണീറ്റ് ആ ചിലന്തിയുടെ ആ പുക വരുന്ന ഭാഗത്തേക്ക് വന്നു. അതിന്റെ തലയുടെ ഭാഗത്തു നിന്നാണ് ആ പുക വരുന്നത്. മാർക്ക് ആ പുകയിലേക്ക് ഒന്ന് കൈവച്ചു. ആ നിമിഷത്തിൽ ആ പുക മാർക്കിന്റെ നെഞ്ചിൽ ഒന്ന് തട്ടുകയും ചെയ്തു. ആ ചിലന്തിയുടെ കാലുകൊണ്ട് പോറി മുറിവുകൾ ഉണ്ടായിരിക്കുന്ന നെഞ്ചിലാണ് ഇപ്പോൾ ആ പുക തട്ടിയത്. ആ പുക മാർക്കിന്റെ നെഞ്ചിൽ തട്ടിയതും അമ്പരപ്പിക്കുന്ന ഒരു ഫീലിംഗ് മാർക്കിനുണ്ടായി. ഒരു ഹീലിംഗ് ഇഫക്റ്റ് മാർക്കിന് അനുഭവപ്പെടുകയാണ്. സ്പിരിച്വൽ എനർജി മാർക്കിന്റെ ശരീരത്തിലുള്ളപ്പോൾ മുറിവുകൾ ഉണങ്ങുന്നത് മാർക്കിന് സ്വയം അറിയാൻ പറ്റും. അതുപോലെ ഇതാ
മാർക്കിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് ഉണ്ടായ മുറിവുകൾ അതിവേഗം ഉണങ്ങുകയാണ്. മാർക്ക് വല്ലാത്തൊരു കൗതുകത്തോടെ ആ നെഞ്ചിലേക്കും മുന്നിലുള്ള പുകയിലേക്കും നോക്കി. പെട്ടെന്നാണ് മാർക്കിന് ആ ആശയം മനസ്സിലേക്ക് വന്നത്. ഇനി ഇതാണോ ലൈഫ് എനർജി? ഈ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്ത് അതിശക്തരായ ഡീമനുകൾ കാണുമെന്നും ആ ഡീമനുകളുമായി ബന്ധപ്പെട്ട് ലൈഫ് എനർജി ഉണ്ടാകുമെന്നും നേരത്തെ മാർക്ക് കേട്ടിട്ടുണ്ട്. ഇപ്പോ ആ ചിലന്തിയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ വെളുത്ത പുക ഇനി ലൈഫ് എനർജി ആണോ? അങ്ങനെ ഒരു സംശയം മാർക്കിന് തോന്നിയതും മാർക്കിന്റെ മാന്ത്രിക നിലവറയിൽ നിന്ന് ഒരു ജാറ് പുറത്തെടുത്ത് ആ ജാറിലേക്ക് ആ പുക മുഴുവൻ നിറച്ചു തുടങ്ങി. മാർക്ക് ആ ചിലന്തിയുടെ ബോഡി വലിച്ചു പൊളിച്ചപ്പോൾ അതിൽ നിന്ന് ശക്തമായി തന്നെ ഒരു കോടമഞ്ഞു പോലെ ആ പുക പുറത്തേക്ക് വരികയാണ്. മാർക്ക് അത് മുഴുവൻ ആ ജാറിലേക്ക് നിറച്ചു. ഒരു ജാറ് മുഴുവൻ ലൈഫ് എനർജി ഇതാ തനിക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു തോന്നലാണ് മാർക്കിന് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത്. ഈ ഭാഗത്ത് കഥ അങ്ങനെ നടക്കുമ്പോൾ മാർക്കിന്റെ അടുത്തുനിന്ന് പുറത്തേക്ക് നീങ്ങിയ ആ രണ്ട് വേട്ടക്കാരും പരസ്പരം സംസാരിക്കുകയാണ്. നമ്മൾ ഈ മാർക്കിനെ കണ്ട കാര്യം ആ ലിയാൻഡ്രോട് പറയണ്ടേ? അതിലൊരാൾ അങ്ങനെ ചോദിച്ചതും മറ്റേയാൾ അയാളോട് പറഞ്ഞു, മാർക്ക് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും കൊല്ലപ്പെട്ടനെ. മാർക്കാണ് നമ്മുടെ ജീവൻ രക്ഷിച്ചത്. അങ്ങനെയുള്ളപ്പോ നമ്മള് മാർക്കിനെ ഒറ്റ കൊടുക്കുന്നത് ശരിയല്ല. നീ പറഞ്ഞത് ശരിയാണ്, മാർക്കിനെ ഒറ്റ കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കി, 1,000,000 സ്പിരിറ്റ് കോയിനാണ് ആ ലിയാൻഡർ തരാമെന്ന് പറഞ്ഞത്. അത് കിട്ടിയാൽ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബം രക്ഷപ്പെടും. എന്നാലും 1,000,000 സ്പിരിറ്റ് കോയിന് വേണ്ടിയൊക്കെ നമ്മള് നമ്മുടെ ജീവൻ രക്ഷിച്ച ആളെ ഒറ്റ കൊടുക്കാന്ന് പറഞ്ഞാൽ നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. മാർക്കിന്റെ ലൈഫിന് എന്തായാലും ഒരു എൻഡ് ഉണ്ടാവണ്ടേ? ആ എൻഡ് ഇങ്ങനെ ആയെന്ന് കരുതിയാൽ മതി. നോക്ക്, നമ്മളല്ലെങ്കിൽ മറ്റാരെങ്കിലും മാർക്കിനെ എന്തായാലും കണ്ടുപിടിക്കും. അവര് ആ പണം കൊണ്ടുപോവുകയും ചെയ്യും. ഈ കാര്യം അറിഞ്ഞിട്ട് പറയാതിരിക്കുന്ന നമ്മളല്ലേ അപ്പൊ വിഡ്ഢികളാവുക? തന്റെ സുഹൃത്തിനെ തന്റെ ആശയത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ സാവധാനം കൊണ്ടുവരികയാണ്. അങ്ങനെ അവർ സംസാരിച്ച് കാടിന് പുറത്തെത്തി. അവര് അവിടെ നിന്ന് നേരെ എത്തിയത് ലിയാൻഡറും അയാളുടെ കൂട്ടുകാരുമുള്ള സ്ഥലത്തേക്കാണ്. ലിയാൻഡറെ കണ്ടുടൻ അവർ ലിയാൻഡറെ അഭിസംബോധന ചെയ്തു. മാസ്റ്റർ, ഞങ്ങൾ മാർക്കിനെ കണ്ടുപിടിച്ചു. മാർക്കിനെ കണ്ടുപിടിച്ചു? എവിടെയുണ്ട് മാർക്ക്? മാർക്ക് അങ്ങ് ഉൾക്കാട്ടിലാ ഉള്ളത്. ഞങ്ങൾക്ക് സ്ഥലം അറിയാം. ഓക്കെ, എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. മാസ്റ്റർ, അങ്ങ് ഞങ്ങൾക്ക് നൽകാന്ന് പറഞ്ഞ ആ പണം ഇതുവരെ നൽകിയില്ല. അതൊക്കെ നൽകാം. ആദ്യം നമുക്ക് മാർക്കിനെ കാണാം. മാസ്റ്റർ, അതെങ്ങനെ ശരിയാവും? അങ്ങ് ആദ്യം പണം നൽകണം, എന്നാലും ഞങ്ങൾ സ്ഥലം കാണിച്ചു തരും. ആ ചെറുപ്പക്കാർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതും ലിയാൻഡറുടെ മുഖം ഒന്ന് ഇരുണ്ടു. അയാളോട് ആരെങ്കിലും കണ്ടീഷൻ വെക്കുന്നത് അയാൾക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അയാൾ ആ ഹണ്ടേഴ്സിനോടായി പറഞ്ഞു, നിങ്ങൾക്കുള്ള പണം ഞാൻ ഹണ്ടർ ഓർഗനൈസേഷനിൽ ഏൽപ്പിച്ചേക്കാം. ഹലോ മാസ്റ്റർ, അത് ശരിയാവില്ല. ആ ഹണ്ടർ ഓർഗനൈസേഷനിൽ പണം കൊടുത്താൽ അത് ആ ജിൻസിന്റെ കയ്യിലാ ചെല്ലുക. അവൻ മാർക്കിന്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് പണം നൽകില്ല. ദയവായി അങ്ങ് നൽകാന്ന് പറഞ്ഞ പണം നമുക്കത് നൽകണം. അങ്ങനെ ആ ചെറുപ്പക്കാർ വീണ്ടും പറഞ്ഞതും ലിയാൻഡർ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് 1,000,000 സ്പിരിറ്റ് കോയിൻ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ പണം സ്വീകരിച്ചു കഴിഞ്ഞതും രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. അവർ ലിയാൻഡറോട് പറഞ്ഞു, മാസ്റ്റർ, ഞങ്ങളുടെ കൂടെ വാ. ആ ലിയാൻഡർക്കൊപ്പം 3 ആളുകളാണ് ഉള്ളത്. അതിൽ നിന്ന് ഒരാളെ മാത്രം ലിയാൻഡർ സെലക്ട് ചെയ്തു. അതിനുശേഷം ലിയാൻഡർ ആ 2 ഹണ്ടേഴ്സിനൊപ്പം വനത്തിലേക്ക് നടന്നു. മറ്റു 2 പേരോടും അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് ആ ടീം അങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ ആ ചിലന്തിയിൽ നിന്ന് ശേഖരിച്ച ലൈഫ് എനർജിയുമായി അല്പം ദൂരേക്ക് നടന്നിരുന്നു. മരങ്ങൾക്കിടയിലായി ഒതുങ്ങി കഴിയുന്ന ഒരു സ്ഥലം കിട്ടിയപ്പോൾ മാർക്ക് അവിടെ കിടന്നു. അവിടെ കിടന്ന മാർക്ക് ഒന്ന് മയങ്ങുകയും ചെയ്തു. ശരിക്കും മാർക്കിന്റെ ബോഡിക്ക് ഒരു ക്ഷീണമുണ്ട്. ആ ചിലന്തിയുടെ കാല് മാർക്കിന്റെ ബോഡിയിൽ പതിഞ്ഞപ്പോൾ ആ കാല് വഴി കുറച്ച് വിഷം മാർക്കിന്റെ ഉള്ളിൽ കടന്നിട്ടുണ്ട്. ആ വിഷമാണ് മാർക്കിനെ മയക്കത്തിലേക്ക് നയിച്ചത്. മാർക്ക് ഏകദേശം ഒരു 4-5 മണിക്കൂറെങ്കിലും അവിടെ കിടന്ന് സുഖമായി ഉറങ്ങിക്കാണും. ആ ഉറക്കത്തിൽ നിന്ന് മാർക്ക് ഞെട്ടിയിടിക്കുന്നത് ശബ്ദം കേട്ടിട്ടാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മാർക്ക് നോക്കുമ്പോൾ മാർക്ക് കാണുന്നത് ലിയാൻഡ്രയും ലിയാൻഡ്രയ്ക്കൊപ്പമുള്ള ആ മൈറ്റി വാരിയറേയുമാണ്. ആ 2 പേർക്ക് പുറമെ മറ്റ് 2 ആളുകൾ കൂടെ ഉണ്ട്. ആ ആളുകളെ അപ്പോൾ തന്നെ മാർക്ക് തിരിച്ചറിഞ്ഞു. മാർക്ക് രക്ഷിച്ച ആ 2 വേട്ടക്കാരാണ് ലിയാൻഡ്രയ്ക്കൊപ്പമുള്ളത്. മാർക്കിനെ എണീറ്റ് എങ്ങോട്ടും ഓടാൻ കഴിയാത്ത ശൈലിയിൽ മാർക്ക് വളയപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് ഇരിക്കുന്ന സ്ഥലം ദൂരം തന്നെ ആ വേട്ടക്കാർ കണ്ടു.
ആ വേട്ടക്കാർ ഉറക്കെ മാർക്കിനെ വിളിച്ചു, മാർക്ക്, ഞങ്ങൾ വീണ്ടും എത്തി. മാർക്ക് അവന്മാരെ നേരത്തെ കണ്ടതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ മാർക്ക് എണീറ്റു. മാർക്കിനെ കണ്ടപ്പോ ലിയാൻഡ്രയ്ക്ക് ഒരു പുഞ്ചിരി. മാർക്ക് ഫെല്ലർ, അവസാനം നമ്മൾ വീണ്ടും മുഖാമുഖം കാണുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലിയാൻഡർ മുന്നോട്ട് വന്നപ്പോൾ മാർക്കും പതുക്കെ മുന്നോട്ട് നടന്നു തുടങ്ങി. ലിയാൻഡറുടെ തൊട്ടുപുറകെ ആ 2 ഹണ്ടേഴ്സും എത്തി. ആ ഹണ്ടേഴ്സിനെ കണ്ടതും മാർക്ക് അവരോട് ചോദിച്ചു, നിങ്ങളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടായിരിക്കുമല്ലേ നിങ്ങളെന്നെ ഒറ്റുകൊടുത്തത്? മാർക്ക്, പ്ലീസ് അങ്ങനെയൊന്നും പറയരുത്. 1 മില്യൺ സ്പിരിറ്റ് കോയിനൊക്കെ ആരെ മോഹിപ്പിക്കാത്തത്? ആ മറുപടിയിൽ എല്ലാം ഉണ്ട്. അത് കേട്ടതും മാർക്ക് അവന്മാരോട് പറഞ്ഞു, അല്ല, ഈ സ്പിരിറ്റ് കോയിനുമായി ഇവിടെ നിന്ന് പോകാൻ ലിയാൻഡർ നിങ്ങളെ അനുവദിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാർക്കിന്റെ ചോദ്യം കേട്ടപ്പോൾ ആ ഹണ്ടേഴ്സ് ശരിക്കും ഭയന്നു. അവർ പെട്ടെന്ന് ലിയാൻഡർ നോക്കിയപ്പോൾ ലിയാൻഡർ ഒന്ന് ചിരിച്ചു. ലിയാൻഡറുടെ പുഞ്ചിരിയുടെ അർത്ഥം അവർക്ക് മനസ്സിലാകും മുമ്പ് ലിയാൻഡറുടെ കൈ ഒന്ന് ഉയർന്നു താണു. അതിശക്തമായ ഒരു മാന്ത്രിക കൈ ആ കൈ ഉയർന്ന ഉടൻ ഉണ്ടായി. അത് താഴ്ന്നതും ആ മാന്ത്രിക കൈ ആ 2 പേരെയും ഒറ്റയടിക്ക് തറയിലേക്ക് താഴ്ത്തി. മാർക്കിന്റെ കൺമുന്നിൽ വെച്ച് ആ 2 ഹണ്ടേഴ്സിനെ ഒറ്റയടിക്ക് ലിയാൻഡർ അവസാനിപ്പിച്ചു. മാർക്ക്, നിനക്കറിയാമല്ലേ എന്നെ, ഞാൻ ഇത് ചെയ്യുമെന്ന് നീ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ലിയാൻഡർ പറഞ്ഞതും മാർക്ക് ലിയാൻഡറോട് പറഞ്ഞു, നീ വെറും ഒരു 17 വയസ്സുള്ള കൊച്ചു ചെറുക്കനാണ്. പക്ഷെ നിന്റെ ഈ ചെയ്തി വളരെ ക്രൂരമാണ്. നിന്നെപ്പോലെ ഒരുത്തൻ ജീവിച്ചിരുന്നാൽ ഈ നാടിന് തന്നെ ആപത്താണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ലിയാൻഡർ മുന്നോട്ട് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. ലിയാൻഡർ മുന്നോട്ട് കുതിച്ചപ്പോ മാർക്ക് ഫെല്ലറും മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് കുതിച്ച മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കുന്നിടയിൽ തന്നെ ബാറ്റിൽ ബേർഡ് 5th ലെവല് ആക്ടിവേറ്റ് ചെയ്തിരുന്നു. മാർക്ക് എതിരിടുന്നത് ഓൾമൈറ്റി ലെവലിലേക്ക് കടന്നിരിക്കുന്ന ഒരു യോദ്ധാവിനെയാണ്. അവിടെ ഒരു തരത്തിലുള്ള ഉപേക്ഷയും പാടില്ല എന്നുള്ള കാര്യം മാർക്കിന് അറിയാം. 5th ലെവൽ ബാറ്റിൽ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത മാർക്കിന്റെ ശക്തി അതിനനുസരിച്ച് വർദ്ധിച്ചിരിക്കുകയാണ്. ആ വർദ്ധിത ശക്തിയുമായിട്ടാണ് മാർക്ക് മുന്നോട്ട് കുതിക്കുന്നത്. അതേസമയത്ത് ഓൾമൈറ്റി ലെവലിലേക്ക് കടന്നിരിക്കുന്ന സദേൺ പ്രോവിൻസിലെ ജീനസ് എന്നറിയപ്പെടുന്ന ലിയാൻഡർ വല്ലാത്ത കോൺഫിഡൻസോട് കൂടിയാണ് മുന്നോട്ട് കുതിച്ചത്. അയാളുടെ വലത് കൈ മാർക്ക് ഫെല്ലറെ ലക്ഷ്യമാക്കി നീങ്ങിയതും മാർക്കിന്റെ വലത് കൈ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതേപോലെ മുന്നോട്ട് നീങ്ങി. ശക്തമായ കാറ്റ് സ്വാഭാവികമായും ആ 2 കൈകളും സൃഷ്ടിച്ചു. അതിശക്തമായ കാറ്റ് 2 ഭാഗത്തു നിന്ന് സൃഷ്ടിക്കപ്പെട്ടതും അതിന്റെ ഒരു പ്രകമ്പനത്തിൽ സമീപത്തുള്ള ചെടികളും മണ്ണും മലയും ഒക്കെ ചിതറി തെറിക്കുമ്പോൾ മാർക്കിന്റെയും ലിയാൻഡറുടെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടി. ശരിക്കും അതിശക്തമായ 2 കൂറ്റൻ പാറകൾ അതിവേഗതയിൽ കൂട്ടിയിടിക്കുന്ന പോലുള്ള ഒരു പ്രതീതിയാണ് ആ ഇടി ഉണ്ടാക്കിയത്. അവിടെ ഒരു തീപ്പൊരി അങ്ങ് ചിതറി. തീപ്പൊരിയും പ്രകാശവും മാത്രമല്ല, ആ ഇടിയുടെ ഫലമായിട്ട് ഒരുപാട് തരംഗങ്ങൾ ഉണ്ടായി. ശക്തമായ തരംഗങ്ങൾ ആ കാട്ടിൽ വല്ലാത്തൊരു പ്രകമ്പനമാണ് ഉണ്ടാക്കിയത്. ആ തരംഗങ്ങളുടെ പാതയിലുള്ള സകലതും തകർന്ന് തരിപ്പണമാവുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും ലിയാൻഡറും ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറിയിട്ടുണ്ട്. ലിയാൻഡറുടെ മുഖത്ത് വല്ലാത്തൊരു അതിശയം. അവൻ ഓൾമൈറ്റി ലെവലിലേക്ക് കടന്നിരിക്കുന്ന യോദ്ധാവാണ്. അവന്റെ ആ പഞ്ചിനെയാണ് സ്പിരിച്വൽ എനർജി തരിമ്പമില്ലാത്ത ഒരാള് തടുത്തിരിക്കുന്നത്. സ്പിരിച്വൽ എനർജി ശരീരത്തിൽ ഇല്ലാത്ത ആളെന്ന് പറയുമ്പോൾ വെറും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് മാത്രമാണ് ആ കക്ഷി. അയാളെ മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ട് പോലും സാധാരണഗതിയിൽ ആരും പരിഗണിക്കത്തില്ല. അങ്ങനെയുള്ള മാർക്ക് ഫെല്ലർ തന്റെ കയ്യിലേക്ക് കൊടുത്ത ആ ബലം ലിയാൻഡറെ ഒന്ന് അമ്പരപ്പിച്ചിട്ടുണ്ട്. ലിയാൻഡർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ബോഡി ശരിക്കും എന്നെ അതിശയപ്പെടുത്തുകയാണ്. എന്നാലും ഒന്നുകൂടെ നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിച്ച ലിയാൻഡർ മാർക്കിനെതിരെ ആഞ്ഞ് പഞ്ച് ചെയ്തതും മാർക്ക് തിരിച്ചു പഞ്ച് ചെയ്തു. 2 പേര് അടുത്ത ഏതാനും മിനിറ്റുകൾ അനവധി പഞ്ചുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത്. 2 പേരുടെയും ബോഡിയിൽ ഇടി കാര്യമായി വീണു. ശക്തമായ പഞ്ചുകൾ മാർക്ക് ഫെല്ലർക്ക് നേരെ തൊടുത്ത ലിയാൻഡറുടെ ബോഡിയിൽ മാർക്കിന്റെ കൈ പതിക്കാത്ത സ്ഥലമില്ല എന്ന് തന്നെ പറയാം. ഫിസിക്കൽ ബോഡി കൊണ്ടുള്ള അറ്റാക്കിൽ മാർക്ക് ഫെല്ലറെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഏകദേശം ഒരു 3 മിനിറ്റ് ആയപ്പോൾ ലിയാൻഡർക്ക് മനസ്സിലായി. മാർക്കും ഈ സമയത്ത് മനസ്സിൽ കണക്കൂട്ടുകയാണ്. മാർക്കിന്റെ 5th ലെവൽ ബാറ്റിൽ ഫോർമുലയ്ക്ക് പരമാവധി ആയുസ് 10 മിനിറ്റ് ആണ്. അതിനു മുന്നേ മാർക്കിന് ആ ലിയാൻഡറെ അവസാനിപ്പിക്കണം. മാർക്ക് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലിയാൻഡർ കൈ ഒന്ന് ഉയർത്തി. ആ സമയത്ത് ലിയാൻഡറുടെ കയ്യിൽ ഒരു ചെറിയ സീല് പ്രത്യക്ഷപ്പെട്ടു. ഒരു ചെറിയ ചിത്രം പോലെ പ്രത്യക്ഷപ്പെട്ട ആ സീല് അയാൾ ഒന്ന് മുന്നോട്ടാക്കിയതും അയാളുടെ മുന്നിലായി വലിയൊരു മതില് പോലെ ഒരു സീല് വരികയാണ്. ആ സീല് മുന്നോട്ട് വരുമ്പോൾ അതിശക്തമായ ഒരു പ്രഷർ മാർക്കിന് അനുഭവപ്പെട്ടു തുടങ്ങി. ആ പ്രഷർ മാർക്കിന് അനുഭവപ്പെട്ടതും മാർക്ക് 5th വെനറബിൾ മൗണ്ടൻ മാർക്കിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നു.
ഫിഫ്ത്ത് വെനറബിൾ മൗണ്ടന്റെ ശക്തിയും ശരിക്കും മാർക്ക് വളർന്നതനുസരിച്ച് കൂടുന്നുണ്ട്. ആ ഫിഫ്ത്ത് വെനറബിൾ മൗണ്ടൻ മാർക്കിന്റെ തലയ്ക്ക് മുകളിൽ വന്നതും ഈ സീല് മാർക്കിന്റെ മുകളിലേക്ക് വന്നതും ഒരേ നിമിഷത്തിലാണ്. അതിശക്തമായ ആ സീല് മാർക്കിനെ ഇങ്ങനെ പ്രസ് ചെയ്യുകയാണ്. ശരിക്കും ഒരു വലിയ പേപ്പറാണ് നമ്മൾ കാണുക. ആ മാന്ത്രിക സ്പെല്ല് ആ പേപ്പറിന്റെ രൂപത്തിൽ മാർക്കിന്റെ മുകളിലേക്ക് അങ്ങനെ പ്രഷർ ചെലുത്തുമ്പോൾ മാർക്കിന്റെ തലയ്ക്ക് മുകളിലിരിക്കുന്ന ആ ഫിഫ്ത്ത് വെനറബിൾ മൗണ്ടൻ ആ പ്രഷർ തടുക്കാൻ ശ്രമിക്കുകയാണ്. മാർക്കും ആ ഫിഫ്ത്ത് വെനറബിൾ മൗണ്ടനും കൂടി ആ പ്രഷറിനെ പിടിച്ചേർത്താൻ ശ്രമിക്കുമ്പോൾ മാർക്കിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന പ്രഷർ കൂടിക്കൂടി വന്നു. പതുക്കെ പതുക്കെ ആ പ്രഷർ മാർക്കിനെയും ആ ഫിഫ്ത്ത് വെനറബിൾ മൗണ്ടനെയും താഴോട്ട് താഴ്ത്തി തുടങ്ങി. ആ ഫിഫ്ത്ത് വെനറബിൾ മൗണ്ടന്റെ സഹായമില്ലെങ്കിൽ ആ സീല് മാർക്കിനെ ഇപ്പോൾ നിലം പരിശാക്കിനെ. ആ മൗണ്ടൻ ഉണ്ടായിട്ട് പോലും മാർക്ക് താഴോട്ട് താഴുകയാണ്. താഴോട്ട് മാർക്ക് താഴ്ന്നു തുടങ്ങിയതും മാർക്ക് സർവശക്തി സംഭരിച്ച ഒരൊറ്റ ഇടി ആ സീലിലേക്ക് മാർക്ക് ആഞ്ഞിടിച്ചു. ഇടിയേറ്റ് ആ സീല് ഒന്ന് വിറച്ചു. മാർക്ക് അടുത്ത നിമിഷത്ത് വീണ്ടും ആ സീലിലേക്ക് ആഞ്ഞൊരു ഇടി. തറയിലേക്ക് താഴ്ന്നതിനിടയിൽ തന്നെ മാർക്കിനെ ഇടത്തുകയും വലത്തുകയും ആ സീൽ ആഞ്ഞു പതിച്ചതും ആ സീല് അങ്ങ് പൊട്ടി. മാർക്കിന്റെ അതിശക്തമായ പഞ്ചുകൾ ആ സീല് തകർത്തപ്പോൾ ആ സീല് തെറിച്ചതും ആ സീലിന്റെ പിന്നിലുള്ള ഇന്റേണൽ സ്ട്രെങ്തിന്റെ ഉടമയായ ലിയാൻഡറും പുറകോട്ട് തെറിച്ചു. അയാളുടെ വായിന്ന് പെട്ടെന്നാണ് ചോര പുറത്തേക്ക് ചാടിയത്. മാർക്കിന്റെ പുറത്ത് അനുഭവപ്പെട്ട ആ ബലം മുഴുവൻ യഥാർത്ഥത്തിൽ അയാളുടെ ഇന്റേണൽ സ്ട്രെങ്ത് ആണ്. ആ ഇന്റേണൽ സ്ട്രെങ്തിനെയാണ് മാർക്ക് ഫെല്ലർ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ക്ഷതമാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. ലിയാൻഡർ ചോര തുപ്പുന്ന കണ്ടതും പുറകെ നിൽക്കുന്ന ആ മൈറ്റ് ലെവൽ വാരിയർ ഉറക്കെ വിളിക്കുകയാണ്, എഗ് മാസ്റ്റർ, അയാളെ കൂടി സഹായിക്കണോ എന്നാണ് അയാളുടെ ചോദ്യത്തിന്റെ അർത്ഥം. ലിയാൻഡർ കൈ ഉയർത്തി തടുത്തു. ലിയാൻഡർ അല്പം പുറകോട്ട് മാറി ഒന്ന് ശ്വാസമെടുത്തു. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും ശ്വാസം എടുക്കുകയാണ്. രണ്ടുപേര് കിതയ്ക്കുന്നത് ശരിക്കും കുറച്ച് ദൂരെ വരെ കേൾക്കാം. അത്രയ്ക്ക് ശ്വാസം രണ്ടുപേരും വലിച്ചെടുക്കുകയാണ്. മാർക്കാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ ആ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 7 മിനിറ്റെങ്കിലും കഴിഞ്ഞു കാണും. ഇനി പരമാവധി 2-3 മിനിറ്റ് മാർക്കിന് സമയമുള്ളൂ. ആ ബോധം മനസ്സിലേക്ക് വന്നതും മാർക്ക് മുന്നോട്ട് കുതിക്കാനായിട്ട് പോയ ആ നിമിഷത്തിലാണ് ലിയാൻഡർ ഒരു സീല് കൂടി സൃഷ്ടിച്ചത്. ഇപ്പൊ മുന്നിലല്ല സീല്, ആ സീല് വന്നിരിക്കുന്നത് അയാളുടെ പുറകിലാണ്. ഒരു കൂറ്റൻ സീല്, അതിശക്തമായ വലിയൊരു കട്ടൗട്ട് പോലെ ഒരു സംഭവം ആ ലിയാൻഡറുടെ പുറകിലുണ്ടായിരിക്കുകയാണ്. ലിയാൻഡർ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നീ എന്റെ ഒരു സ്പെല്ല് മറികടന്നു. ഈ സ്പെല്ല് നീ എങ്ങനെ മറികടക്കുന്നു എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ സ്പെല്ല് വഴി ജനറേറ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു കട്ടൗട്ട് പോലുള്ള ആ സീല് ലിയാൻഡറുടെ തൊട്ടു പുറകിലുണ്ട്. അത് ഒരുപാട് പ്രഷർ മാർക്കിന് മുകളിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. അതിൻ്റെതായ ഒരു ഭയം മാർക്കിന്റെ മുഖത്ത് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ മാർക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ് ലിയാൻഡർ കണ്ടത്. ഹേയ് മാർക്ക്, നീ എന്താ ചിരിക്കുന്നത്? ഹേയ് ലിയാൻഡർ, നീ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മറന്നുവല്ലേ? മാർക്കിന്റെ ആ ചോദ്യം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ലിയാൻഡർക്ക് മനസ്സിലായില്ല. പക്ഷെ അടുത്ത നിമിഷത്തിൽ അയാൾ ഞെട്ടിത്തിരിയുമ്പോൾ അയാൾ കാണുന്നത് അയാളുടെ പുറകിലുണ്ടായിരുന്ന ആ കൂറ്റൻ സ്ക്രീൻ പോലുള്ള സീല് പൊട്ടിച്ചിതറുന്നതാണ്. അയാളുടെ പുറകിൽ അയാൾ സൃഷ്ടിച്ച ആ സീല് പൊട്ടിച്ചിതറിയതും സ്വാഭാവികമായിട്ടും ലിയാൻഡർ ഒത്തിരി പുറകോട്ട് തെറിച്ചു. അയാൾ തെറിച്ചു വീണത് മാർക്ക് നിൽക്കുന്നതിന്റെ അടുത്തേക്കാണ്. തെറിച്ചു വീണ അയാൾ ചാടി എണീക്കുമ്പോൾ അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച അയാൾ കണ്ടു. അയാളുടെ തൊട്ടു മുന്നിൽ ഒരു കൂറ്റൻ ആൾക്കുരങ്ങ് നിൽക്കുകയാണ്. കൂറ്റൻ ആൾക്കുരങ്ങ് എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാനാവാത്തത്ര പൊക്കവും വണ്ണവുമുള്ള ഒരു കൂറ്റൻ ആൾക്കുരങ്ങ്. ആ ആൾക്കുരങ്ങ് അയാളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടതും ലിയാൻഡർ പല്ലെന്നുറുമി. ഏയ് കുരങ്ങ, എന്റെ കാര്യത്തിൽ കയറി ഇടപെടുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും കൈയൊന്ന് അനക്കിയതും ആ സീല് അവിടെ ഒരിക്കൽ കൂടി ഉണ്ടായി. ആ കൂറ്റൻ സീൽ ഉണ്ടായതും ആ ആൾക്കുരങ്ങ് ഒരൊറ്റ ഇടി. ആ സീല് തകർന്ന് തരിപ്പണമായെന്ന് മാത്രമല്ല, ആ ഇടിയുടെ ആഘാതത്തിൽ ആ സീല് സൃഷ്ടിച്ച സാക്ഷാൽ ലിയാൻഡർ ഒത്തിരി ദൂരേക്ക് തെറിച്ചു. അവൻ ഒരു മരത്തിലിടിച്ച് അതിൽ നിന്ന് തെറിച്ച് ഒരു കല്ലിലിടിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. ആ കാഴ്ച കണ്ടതും മാർക്ക് ഫെല്ലർ ലിയാൻഡറോട് പറഞ്ഞു, ലിയാൻഡർ, തൽക്കാലം നിനക്ക് ഫൈറ്റ് ചെയ്യാൻ ആളായല്ലോ, ഞാൻ സ്ഥലം വിടുകയാണ്. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ കണ്ണടച്ച് തുറക്കും മുമ്പേ രംഗത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. മാർക്കിന്റെ ദേഹത്ത് സ്പിരിച്വൽ എനർജി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ആൾക്കുരങ്ങിന്റെ നോട്ടം മാർക്കിലേക്ക് അങ്ങോട്ട് പോയതുമില്ല. ആ ആൾക്കുരങ്ങിന്റെ ദൃഷ്ടി മുഴുവൻ സാക്ഷാൽ ലിയാൻഡറിലാണ്. മാർക്ക് ഓടിപ്പോകുന്നത് ലിയാൻഡർ കണ്ടു.
പക്ഷേ അയാൾക്ക് മാർക്കിനെ നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആ കൂറ്റൻ ആൾക്കുരങ്ങ് അവന് നേരെ നടന്നു വരികയാണ്. അത് കണ്ടതും വീടസ്ഥലത്തുനിന്ന് ചാടി എണീറ്റ് ലിയാൻഡർ സർവശക്തിയും കയ്യിലേക്ക് ആവാഹിച്ച് ആ ആൾക്കുരങ്ങിനെ ആഞ്ഞൊരൊറ്റ ഇടി. ആൾക്കുരങ്ങിനെ ലിയാൻഡർ ആഞ്ഞിടിച്ചതും ആൾക്കുരങ്ങ് തിരിച്ചും അതുപോലെ പഞ്ച് ചെയ്തു. അതിന് ഒരു എതിരാളിയെ കിട്ടിയതിന്റെ സന്തോഷം അതിന്റെ മുഖത്തുണ്ട്. ആ ആൾക്കുരങ്ങിന്റെ ഇടി ഒരു വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുകൊണ്ടാണ് ലിയാൻഡറുടെ ബോഡിക്ക് നേരെ വന്നത്. ലിയാൻഡർ ആണെങ്കിൽ അയാളുടെ കയ്യിലൂടെ സൃഷ്ടിച്ചത് ശരിക്കൊരു പ്രകാശ ബീമാണ്. ആ ബീം കൊണ്ട് ആൾക്കുരങ്ങിനെ തകർക്കാമെന്നാണ് അയാൾ കരുതിയത്. ആ ബീമിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെയാണ് ആ ആൾക്കുരങ്ങ് ലിയാൻഡറെ ആഞ്ഞൊന്നിടിച്ചത്. ലിയാൻഡർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് ലിയാൻഡർ ആ നിന്ന സ്ഥലത്ത് നിന്ന് അവൻ ഒത്തിരി ദൂരെയുള്ള ഒരു കുഞ്ഞു മലയിൽ ഇടിച്ച് തലകുത്തനെ താഴേക്ക് വീണു. ആ കാഴ്ച കണ്ട ആ മൈറ്റി ലെവലുകാരൻ ഓടി ലിയാൻഡറുടെ അടുത്തെത്തി. ലിയാൻഡർ ആണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ലിയാൻഡറുടെ ബോഡി ആകെ നുറുങ്ങിയിരിക്കുകയാണ്. ലിയാൻഡറുടെ മുതുക് അകത്തോട്ട് വളഞ്ഞിരിക്കുകയാണ്. അതിശക്തമായിട്ടാണ് അയാളുടെ ബോഡി ഒന്ന് ആ മലയിൽ ഇടിച്ചു വീണത്. ആ മല ഏതൊരു ചിതറി. ലിയാൻഡറെ ആ മൈറ്റി ലെവലുകാരൻ പിടിച്ചു പൊക്കുമ്പോൾ അയാൾ ആ കാഴ്ച കണ്ടു. ആ ആൾക്കുരങ്ങ് അവർക്ക് നേരെ നടന്നു വരികയാണ്. അത് കണ്ടതും മൈറ്റി ലെവലുകാരൻ ലിയാൻഡറോട് പറഞ്ഞു, യങ് മാസ്റ്റർ, നമ്മൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ഈ ആൾക്കുരങ്ങ് നമ്മളെ കൊല്ലും. ലിയാൻഡർക്ക് മറുപടി പറയാൻ വാക്കുകളില്ല. ശരിക്കും അവന്റെ വാ മുഴുവൻ അടഞ്ഞിരിക്കുകയാണ്. അവൻ വാ തുറന്നതും വായ്ക്കകത്തുനിന്ന് ചോര പുറത്തേക്ക് തുപ്പി. അവന്റെ കൂടെ ആളോട് പറഞ്ഞു, നമുക്ക് പുറത്തു പോവാം. പക്ഷേ പറഞ്ഞതുപോലെ കാര്യം എളുപ്പമല്ലാന്ന് ആ മൈറ്റി ലെവലുകാരന് അല്പസമയത്തിനകം മനസ്സിലായി. അയാൾ ലിയാൻഡറെ കൊണ്ട് ഓടുമ്പോൾ ആ ആൾക്കുരങ്ങ് അവരെ ഫോളോ ചെയ്യുകയാണ്. ആ ആൾക്കുരങ്ങ് വീണ്ടും വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യണം. ആ അറ്റാക്കിൽ നിന്ന് ഒരു പരുവത്തിലേക്ക് രക്ഷപ്പെട്ട് ലിയാൻഡറെ കൊണ്ട് ആ മൈറ്റി ലെവലുകാരൻ വനത്തിന്റെ അതിർത്തിയിൽ എത്തുമ്പോൾ അയാളുടെ ശരീരവും ലിയാൻഡറുടെ ശരീരവും ഏതാണ്ട് കീറി മുറിച്ചു വെച്ചതുപോലെയാണ്. ദേഹം മുഴുവൻ മുറിഞ്ഞിട്ടുണ്ട്. ചോര ധാരയായി ഒഴുകിയാണ്. മുറിയാൻ ഇനി ഒരിടവുമില്ല എന്ന് പറയുന്ന ശൈലിയിലാണ് കാര്യങ്ങൾ. അവരുടെ കൈയും കാലും ഒക്കെ പല സ്ഥലത്തും ഒടിഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും ഏതാണ്ട് ഇഴഞ്ഞില്ല എന്ന് പറയുന്ന പരുവത്തിൽ ആ ഹണ്ടർ ഓർഗനൈസേഷൻ അടുത്തേക്ക് വരുമ്പോൾ ആ ഹണ്ടർ ഓർഗനൈസേഷൻ ആളുകൾ അവരെ കണ്ടു. രക്തത്തിൽ കുളിച്ച് രണ്ടാളുകൾ അവിടേക്ക് കയറി വരുന്ന കാഴ്ച കണ്ടതും ഹണ്ടർ ഓർഗനൈസേഷൻ ആളുകൾ ഓടി അവരുടെ അടുത്തെത്തിയതാണ്. അവർക്ക് ആളെ കൊണ്ട് മനസ്സിലായില്ല. ആ മൈറ്റി ലെവലുകാരൻ ഓടി വന്ന ആളുകളോട് പറഞ്ഞു, ഇത് യങ് മാസ്റ്റർ ആണ്. ശബ്ദം കേട്ടപ്പോ അവർക്ക് ആളെ മനസ്സിലായി. ആ സമയത്ത് അവിടേക്ക് ഓടി വന്ന സഹീർ കൂടുതൽ ആളുകളോട് പറഞ്ഞു, ഓക്കെ, ഇവർ രണ്ടുപേരെയും നമ്മുടെ ഫാർമസിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഹണ്ടർ ഓർഗനൈസേഷനിൽ വേട്ടയ്ക്ക് പോകുന്ന ആളുകളെ ചികിത്സിക്കുന്ന സംവിധാനമുണ്ട്. ആ ഭാഗത്തേക്കാണ് ലിയാൻഡറെയും അതുപോലെ ആ മൈറ്റി ലെവലുകാരനെയും കൊണ്ടുപോകാൻ സഹീർ ആവശ്യപ്പെട്ടത്. കഥ ആ ഭാഗത്ത് അങ്ങനെ നടക്കുമ്പോൾ ജീവനെ കൊണ്ട് പാഞ്ഞ മാർക്ക് ഫെല്ലർ ഒത്തിരി കിലോമീറ്റർ കാട്ടിനകത്തൂടെ തരണം ചെയ്ത് കാണും. മാർക്ക് ഓടിയെത്തിയത് ഒരു നദിയുടെ തീരത്തുള്ള ഗുഹയുടെ സമീപത്താണ്. ആ ഗുഹ കണ്ടതും മാർക്ക് ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയതേ മാർക്കിന് ഓർമ്മയുണ്ടാവും. ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയ മാർക്ക് ആ നിമിഷത്തിന് അവിടെ അങ്ങ് വീണു പോവുകയാണ്. അത്രയ്ക്ക് ക്ഷീണം മാർക്കിനുണ്ടായിരുന്നു. നേരം പുലർന്നപ്പോഴാണ് മാർക്ക് കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്നതും മാർക്കിന്റെ മനസ്സിൽ തലേദിവസത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നു. അപ്പോഴാണ് ആ ലൈഫ് എനർജിയെ കുറിച്ച് മാർക്ക് ആലോചിക്കുന്നത്. മാർക്ക് ഉടൻ തന്നെ മാർക്കിന്റെ നിലവറയിൽ നിന്ന് ആ ചിലന്തിയുടെ ശരീരത്തിന് ശേഖരിച്ച ആ ലൈഫ് എനർജി ജാർ എടുത്ത് പുറത്തു വെച്ചു. ആ ജാറ് മുന്നിൽ തുറന്നു വെച്ച മാർക്ക് പതുക്കെ അതിങ്ങനെ വലിച്ചെടുത്തു തുടങ്ങി. മാർക്കിന് അത് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വളരെ നേർത്ത അളവിൽ മാത്രമേ ആ ജാറിൽ നിന്ന് മാർക്കിന് വലിക്കാൻ പറ്റുന്നുള്ളൂ. മാർക്കാണെങ്കിൽ വളരെ വലിയ അളവിൽ സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. പക്ഷേ ഈ ജാറിലെ ആ എനർജി വലിച്ചെടുക്കാൻ മാർക്കിന് അങ്ങോട്ട് പറ്റുന്നില്ലെന്ന് തന്നെ പറയാം. ആ പകല് മുഴുവൻ മാർക്ക് ആ ജാറിലെ എനർജി വലിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കുറെ എനർജി മാർക്കിന് വലിച്ചെടുക്കാൻ പറ്റിയെന്ന് തന്നെ പറയാം. പക്ഷേ ആ എനർജി വലിച്ചെടുത്തിട്ടും മാർക്കിന്റെ ബോഡിയിൽ പ്രകടമായ മാറ്റങ്ങളൊന്നും മാർക്ക് കാണുന്നില്ല. മാർക്കിന് സ്പിരിച്വൽ എനർജി കയ്യിൽ വന്ന ഒരു സൂചനയില്ല. മാർക്കിന് ആ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് പർപ്പിൾ നിറത്തിലുള്ള ഫ്ലെയിം വരെ സൃഷ്ടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോ അങ്ങനെ ഒരു സംഭവം മാർക്കിനെ കൊണ്ട് പറ്റത്തില്ല. താൻ വലിച്ചു കയറ്റുന്നത് ഇനി ഈ ലൈഫ് എനർജി അല്ലേ? അങ്ങനെ ഒരു സംശയമാണ് ഏകദേശം വൈകുന്നേരം അടുക്കാറായപ്പോ മാർക്കിന് തോന്നിയത്. ഒരു പകല് മുഴുവൻ മാർക്കിന്റെ ശ്രമം ആ ചിലന്തിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ആ എനർജി വലിച്ചെടുക്കുന്നതിലായിരുന്നു. സംശയം തോന്നിയ മാർക്ക് ആ ഗുഹയിൽ നിന്ന് നേരെ ഇറങ്ങി നദിക്കരയിലേക്ക് ഓടി. ആ നദിക്കരയിൽ ഓടിയെത്തിയ മാർക്ക് ഫെല്ലർ ആ നദിയിലെ തെളിഞ്ഞ വെള്ളത്തിലേക്ക് ഒന്ന് നോക്കി. മാർക്കിന്റെ പ്രതിബിംബം ആ നദിയിൽ കാണാം. ആ നദിയിലേക്ക് നോക്കിയ മാർക്കിന്റെ മുഖത്ത് ശരിക്കും ഒരു പ്രകാശം ഉണ്ടാവുകയാണ്. ആ നദിയിൽ മാർക്ക് കാണുന്ന മാർക്കിന്റെ മുഖത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ മാർക്കിന്റെ തലമുടിയിൽ മാറ്റങ്ങളുണ്ട്. മാർക്കിന്റെ ശരീരത്തിൽ ആ സന്ധ്യാപ്രകാശം പതിച്ച നിമിഷത്തിൽ മാർക്കിന്റെ തലമുടി കറുപ്പിൽ നിന്ന് വെളുപ്പായി മാറിയിരുന്നു. ആ വെളുത്ത തലമുടിയിൽ
ഏകദേശം പകുതിയോളം ഇതാ വീണ്ടും കറുത്തിരിക്കുന്നു. അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. മാർക്ക് ഇപ്പോ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ലൈഫ് എനർജി തന്നെയാണ്. ആ കാര്യം മനസ്സിലായതും ഈ ലോകം തന്നെ കീഴടക്കിയ സന്തോഷമാണ് മാർക്കിനുണ്ടായത്. തന്റെ ശരീരത്തിൽ നഷ്ടമായി എന്ന് താൻ കരുതിയിരുന്ന ആ സ്പിരിച്വൽ എനർജി ചെറിയ അളവിലാണെങ്കിൽ പോലും ഇതാ ശരീരത്തിനുള്ളിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സന്തോഷം കൊണ്ട് മതി മറന്നുപോയ മാർക്ക് വീണ്ടും ഗുഹയിൽ മടങ്ങിയെത്തി. അടുത്ത ഏതാനും ദിവസങ്ങൾ മാർക്ക് ആ ഗുഹയിൽ തന്നെയായിരുന്നു. കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും ഭക്ഷിച്ച് മൃഗങ്ങളെ കൊന്ന് അവയുടെ ഇറച്ചിയും വേവിച്ച് കഴിച്ച് മാർക്ക് വെള്ളം കുടിക്കാൻ സൗകര്യമുള്ള സ്ഥലത്തായതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളവും കുടിക്കുന്നുണ്ട്. ബാക്കിയുള്ള സമയത്തൊക്കെ മാർക്കിന്റെ ജോലി ആ ജാറിലുള്ള ആ എനർജി കുറേശ്ശെ വലിച്ചെടുക്കുക എന്നുള്ളതാണ്. മാർക്ക് ഏകദേശം ഒരു 10 ദിവസമെങ്കിലും ആ ഗുഹയിൽ തന്നെ തങ്ങിക്കാണും. മാർക്കിന്റെ ബോഡിയിൽ പറ്റിയിരിക്കുന്ന മുറിവുകൾ പതുക്കെ ഉണങ്ങുന്നതേ ഉള്ളൂ. സ്പിരിച്വൽ എനർജി ശരീരത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണെങ്കിൽ ആ മുറിവുകൾ ഉണങ്ങാൻ മാർക്കിന് 1 മണിക്കൂർ പോലും വേണ്ട. ഇവിടെ 10 ദിവസമായിട്ടും മുറിവുകൾ മുഴുവൻ കരിഞ്ഞിട്ടില്ല. പക്ഷേ മാർക്കിന്റെ ആ ജാറിൽ ഉണ്ടായിരുന്ന ആ മുഴുവൻ ലൈഫ് എനർജിയും മാർക്ക് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞു. അതാണ് മാർക്കിനുള്ള ഏക സന്തോഷം. മാർക്കിന്റെ ബോഡിയിൽ അതിന്റെ മാറ്റം ദൃശ്യമല്ലെങ്കിലും തലമുടിയിൽ ആ മാറ്റം ദൃശ്യമാണ്. മാർക്കിന്റെ ആ വെളുത്ത തലമുടിയുടെ ഏതാണ്ട് 90% ഇപ്പോ കറുത്തു കഴിഞ്ഞു. സന്തോഷം തോന്നിയ മാർക്ക് അടുത്ത പരിപാടിയെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. ഈ കാട്ടിൽ ഇങ്ങനെ കഴിയുന്നതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. ലൈഫ് എനർജിയുള്ള ഡീമനിക് ബീസ്റ്റുകളെ തേടി വീണ്ടും ഉൾക്കാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചാൽ അത് അപകടമാണ്. മാർക്കിന്റെ ഇപ്പോഴത്തെ ശക്തി ഉപയോഗിച്ച് മാർക്കിന് ഉൾക്കാട്ടിനകത്ത് കാണാൻ കഴിയുന്ന ആ മൃഗങ്ങളെ നേരിടാൻ പറ്റത്തില്ല. അങ്ങനെ തോന്നിയപ്പോ മാർക്കിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം പർച്ചേസിന് പോയ ആ ഗൂ സിറ്റിയാണ്. അവിടെ ആ ഗാംബ്ലിംഗ് മേഖലയിലേക്ക് കറങ്ങി നടന്നപ്പോൾ മാർക്കിനൊരു തോന്നൽ വന്നിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ആ സംഭവം കാണും. ലൈഫ് എനർജി കുറെ കൂടി വലിയ അളവിൽ കുറെ കൂടി ശക്തിയുള്ള ലൈഫ് എനർജി ആ ഗൂ സിറ്റിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണം കൊടുത്താൽ അതെന്തായാലും സ്വന്തമാക്കാം. അങ്ങനെ ഒരു ചിന്ത വന്നപ്പം മാർക്ക് നേരെ ഗൂ സിറ്റിയിലേക്ക് തിരിച്ചു. ഈ സമയത്ത് ഹണ്ടർ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്ന ലിയാൻഡറും അയക്കൊപ്പമുള്ള ആളുകളൊക്കെ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് മടങ്ങി കഴിഞ്ഞിരുന്നു. ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ മടങ്ങിയെത്തിയ ലിയാൻഡറും അവന്റെ ബോഡിയിലെ മുറിവുകൾ കരിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ആൾക്കുരങ്ങ് വളരെ ശക്തിയുള്ള ഒരു സംഭവമാണ്. അതിന്റെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് ലിയാൻഡറും അയാളുടെ കൂടെയുള്ള ആളും രക്ഷപ്പെട്ടത്. അവർ രണ്ടുപേരുടെയും ശക്തി തിരിച്ചു വന്നിട്ടില്ല. അവര് ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ചികിത്സാ പ്രക്രിയയിലേക്ക് അങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലർ ഗൂ സിറ്റിയിൽ എത്തുന്നത്. മാർക്ക് കറങ്ങി തിരിഞ്ഞ് ഒരു ഫാർമസിസ്റ്റിന്റെ അടുത്തെത്തി. അയാളുടെ അടുത്തെത്തിയ മാർക്കിന്റെ മുറിവുകളൊക്കെ കാണിച്ചപ്പോൾ ആ ഫാർമസിസ്റ്റ് മാർക്കിനെ ചികിത്സിച്ചു തുടങ്ങി. ഏകദേശം ഒരു 2-3 ആഴ്ച മാർക്ക് ആ ഫാർമസിസ്റ്റിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മാർക്കിന്റെ ബോഡിയിലെ മുറിവുകളെല്ലാം ഉണങ്ങി മാർക്ക് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു എന്ന് മാർക്കിന് ബോധ്യമായതും ആ ഫാർമസിസ്റ്റ് ചോദിച്ച പണമൊക്കെ കൊടുത്തതിന് ശേഷം മാർക്ക് നേരെ എത്തിയത് ആ ഗാംബ്ലിംഗ് സൈറ്റിലേക്കാണ്. മാർക്ക് ഗാംബ്ലിംഗ് നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ അനവധി ആളുകളുണ്ട്. മാർക്ക് ആ കളിക്കാരുടെ കൂട്ടത്തിലേക്ക് ചേർന്നു. പതുക്കെ മാർക്ക് സെലക്ട് ചെയ്യുന്ന സാധനങ്ങൾ പൊട്ടിക്കുമ്പോൾ മാർക്കിന് ലഭിക്കുന്ന വരുമാനം കൂടിക്കൂടി വരികയാണ്. ഈ ഗാംബ്ലിംഗ് പരിപാടി രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ നടത്തിപ്പുകാർ പെട്ടെന്നാണ് മാർക്കിനെ തിരിച്ചറിഞ്ഞത്. അടുത്ത നിമിഷത്തിൽ മാർക്ക് നോക്കുമ്പോൾ മാർക്കിനൊപ്പം കളിച്ചിരുന്ന ആരും അവിടെ ഇല്ല. മാർക്കും മുന്നിലുള്ള ആ നടത്തിപ്പുകാരന് മാത്രമേ ഉള്ളൂ. പക്ഷേ വേറെ ചില ആളുകൾ അവിടെ ആ മുറിക്കകത്ത് കടന്നിട്ടുണ്ട്. മുറിക്കകത്തേക്ക് കടന്ന ആളുകൾ ആ വാതിലങ്ങ് അടച്ചു കഴിഞ്ഞു. ശക്തരായ 4 മാർഷൽ ആർട്ടിസ്റ്റുകളുമായി അവിടെ എത്തിയിരിക്കുന്നത് ആ ഗാംബ്ലിംഗ് സൈറ്റിന്റെ ഉടമയുടെ മകനാണ്. കഴിഞ്ഞ പ്രാവശ്യം മാർക്കിനെ കുറിച്ചുള്ള വിവരം കൊടുക്കാനായി ആ സിറ്റി ലോഡിന്റെ വസതിയിൽ ചെന്ന ആ ഗാംബ്ലിംഗ് സൈറ്റിന്റെ ഉടമയെ സിറ്റി ലോഡിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ലിയാൻഡർ കൊലപ്പെടുത്തിയിരുന്നു. ലിയാൻഡറോട് പ്രതികാരം ചെയ്യാൻ എന്തായാലും ആ ഗാംബ്ലിംഗ് സെന്ററിന്റെ ഉടമയുടെ മകന് പറ്റത്തില്ല. അപ്പൊ പിന്നെ പറ്റുന്നത് മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലറെ അയാൾ തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ ഇതാ ആ വിവരം അറിയുന്നത്. മാർക്ക് ഫെല്ലർ അയാളുടെ ആ ഗാംബ്ലിംഗ് കേന്ദ്രത്തിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം. വാതിലടച്ച ആ ചെറുപ്പക്കാരൻ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ ധൈര്യം അത് സമ്മതിക്കാത്ത നിർവാഹമില്ല. നിന്നെ എന്തായാലും വീണ്ടും കാണുന്നതിൽ സന്തോഷം. അങ്ങനെ മാർക്കിനോട് അയാൾ പറഞ്ഞതും മാർക്ക് അതിന് മറുപടി പറയാതെ മുന്നിലിരിക്കുന്ന ആ കല്ല് എടുക്കാനായി ആ ഷോ നടത്തിപ്പുകാരനോട് പറഞ്ഞു. അയാളോട് തന്നെ ആ കല്ലെടുത്ത് വെച്ചു. മാർക്ക് പറഞ്ഞതനുസരിച്ച് അത് പൊട്ടിച്ചു. അതിനകത്തുനിന്ന് മാർക്കിന് വിലപ്പെട്ട കുറെ സാധനങ്ങൾ കിട്ടി. മാർക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് അവിടെ നിന്ന് ഏകദേശം 1 മില്യണിലധികം പണം നേടിയിരിക്കുകയാണ്. 1 മില്യൺ സ്പിരിറ്റ് കോയിൻ ആണ് ആ ഷോപ്പിന് ഇപ്പൊ നഷ്ടമായിരിക്കുന്നത്. മാർക്ക് വളരെ കുറേശ്ശെ പണം ഉണ്ടാക്കുന്ന ആ പ്രക്രിയയിൽ വ്യാപൃതനായിരിക്കുന്നുണ്ടതും ആ ഷോപ്പ് ഉടമയുടെ മകൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്,
നീ ഈ കുറേശ്ശെ പണം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് കേട്ടതും മാർക്ക് തിരിഞ്ഞ് ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, നീ പറഞ്ഞപ്പോഴാണ് ഞാനും അത് ആലോചിച്ചത്. ഈ ഷോപ്പിൽ കുറെ പണം കാണും അല്ലേ, ഒരു കാര്യം ചെയ്യ്, ആ പണം മുഴുവൻ ഇവിടെ കൊണ്ട് വയ്ക്കും. മാർക്ക് എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ ഷോപ്പിനകത്തുള്ള മുഴുവൻ പണവും ഇവിടെ എന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കണം. അങ്ങനെ കൊണ്ടുവച്ചാൽ നിന്നെ ഞാൻ കൊല്ലാതെ വിടാം. മാർക്ക് അത് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ അറിയാതെ ചിരിച്ചു പോവുകയാണ്. അയാളുടെ തൊട്ടുപുറകിൽ കുറെ മാർഷൽ ആർട്ടിസ്റ്റുകളുണ്ട്. അവരൊക്കെ ശക്തന്മാരാണ്. ആ ആളുകൾ നിരന്നു നിൽക്കുമ്പോഴാണ് സ്പിരിച്വൽ ഒറിഞ്ച് തരിമ്പുമില്ലാത്ത മാർക്ക് ഫെല്ലർ ആ ഡയലോഗ് പറയുന്നത്. അത് കേട്ടതും ആ ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ തലയ്ക്കകത്ത് ആൾതാമസമേ ഇല്ലേ? നീ ഇത്ര മണ്ടനായി പോയോ? ഈ നിൽക്കുന്ന ആളുകളെ നീ കണ്ടില്ലേ? ഇവര് ഇവിടെ നിൽക്കുമ്പോ ഈ ഡയലോഗ് പറയാൻ നീ കാണിച്ച ഈ ചങ്കൂറ്റമുണ്ടല്ലോ, അത് ശരിക്കും അഭിനന്ദിക്കേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങനെ ചെറുപ്പക്കാരൻ പറഞ്ഞതും മാർക്ക് അയാളോട് ചോദിച്ചു, നീ അവരെ കാണിച്ചാണോ എന്നോട് സംസാരിക്കുന്നത്? അവരാണ് നിന്റെ പ്രശ്നമെങ്കിൽ അതിനെ ഇപ്പൊ സോൾവ് ചെയ്യാം. 1 മിനിറ്റ് അത്രേ മാർക്ക് എടുത്തുള്ളൂ. 1 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ ഗാംബ്ലിംഗ് സെന്ററിന്റെ ഉടമയുടെ മകൻ തന്റെ ചുറ്റും മരിച്ചു കിടക്കുന്ന അവന്റെ അനുയായികളെ കണ്ടു. ഒറ്റ എണ്ണത്തിനും ജീവനില്ല. ആ ഗാംബ്ലിംഗ് സെന്ററിന്റെ ഉടമയുടെ മകൻ നിന്ന് വിറയ്ക്കുകയാണ്. അവന്റെ തോളിൽ കൈവച്ച മാർക്ക് അവനോട് പറഞ്ഞു, ഇവിടെ എത്ര കാണും? മാർക്ക്, ഇവിടെ ഒരു 10 മില്യൺ കാണും, എടുക്ക്. കേൾക്കേണ്ട താമസം അവൻ ആ ഷോപ്പിൽ ഉണ്ടായിരുന്ന മുഴുവൻ പണവും മാർക്കിനടുത്തെത്തിച്ചു. മാർക്ക് അപ്പോൾ തന്നെ ആ മുഴുവൻ പണവും മാർക്കിന്റെ കാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മാർക്ക് അതിനുശേഷം അവനോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. മാർക്ക് പുറത്തിറങ്ങുമ്പോൾ അവിടെ മാർക്കിനെ തന്നെ പ്രതീക്ഷിച്ച് അനവധി ആളുകൾ നിൽക്കുകയാണ്. മാർക്കിനെ കണ്ടതും അവരൊന്ന് ചിരിച്ചു. മാർക്ക് ഫെല്ലർ, നിന്നെ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ആ ഗൂസ് സിറ്റിയിലെ പോലീസ് വിഭാഗത്തിന്റെ ആളുകളാണ് മാർക്കിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവരെ കണ്ടതും മാർക്ക് അവരോട് ചോദിച്ചു, എന്താ വേണ്ടേ? മാർക്ക്, നിന്നെ ഹെവൻലി ക്ലൗഡ് സെക്ഷന് പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അത് കേട്ടതും മാർക്ക് ഒന്ന് ചിരിച്ചു. ആര്? നിങ്ങളാണോ എന്നെ പിടിച്ചു കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ശരിക്കും എന്നെ അറിയില്ല എന്ന് തോന്നുന്നു. മാർക്ക്, നീ കൂടുതൽ ഡയലോഗ് ഒന്നും പറയണ്ട. നിന്നെ ഞങ്ങൾ പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിടിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അത് കേട്ടതും മാർക്ക് ഫെല്ലർ മിന്നൽ വേഗത്തിൽ ഒന്ന് കറങ്ങി തിരിച്ച് നിന്ന സ്ഥലത്തെത്തി. അപ്പോ മാർക്കിനെ പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ ലീഡറുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഉണ്ടായിരുന്ന ആ സകല പോലീസുകാരും തറയിൽ നിശ്ചലരായി കിടക്കുകയാണ്. മാർക്ക് ആ പോലീസ് മേധാവിയുടെ എതിരെ വന്ന് നിന്നിട്ട് അയാളോട് പറഞ്ഞു, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ശരിക്കും അയാള് അത് കേട്ടപ്പോ ഒന്ന് വിറച്ചു. നീ ഒരു കാര്യം ചെയ്യ്, ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ആ ലിയാൻഡ്രെ വിവരം അറിയിക്കും. ഞാൻ അവന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കണം അവനോട് പറ. അവൻ സമയത്ത് വന്നാൽ നിങ്ങളെയൊക്കെ ഞാൻ കൊല്ലാതെ വിടാം. ഇല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും ഇപ്പൊ പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ തൊട്ടടുത്തുള്ള കടയിലേക്ക് നീങ്ങി. അവിടെ കുറെ മത്തങ്ങ വിത്ത് ഇരിപ്പുണ്ട്. മാർക്ക് അതിൽ നിന്ന് ഒരു പിടി മത്തങ്ങ വിത്ത് വാരിയെടുത്ത് തൊട്ട് മുന്നിലുള്ള മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ആ കടയിലേക്ക് തന്നെ നോക്കിയിട്ട് മാർക്ക് ഒരു കുപ്പി വെള്ളത്തിന് ഓർഡർ കൊടുത്തു. കേൾക്കേണ്ട ദിവസം വെള്ളം ജ്യൂസൊക്കെ മാർക്കിന്റെ ആ മേശപ്പുറത്ത് വരികയാണ്. ഈ സമയത്ത് ആ സ്ക്വയർ മുഴുവൻ ആളുകൾ വളഞ്ഞു നിൽക്കുകയാണ്. അനവധി നിലകളുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ആ സ്ക്വയറിന് ചുറ്റുമായിട്ടുണ്ട്. ആ സ്ക്വയറിന് ചുറ്റുമുള്ള സകല കെട്ടിടങ്ങളിലും ആളുകൾ കൗതുകത്തോടെ താഴെ നടക്കുന്ന ആ സംഭവങ്ങൾ കാണുകയാണ്. അവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു മേശപ്പുറത്ത് മത്തങ്ങ വിത്തുകൾ വെച്ചിട്ട് അതെടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കൂളായിട്ടാണ് അയാൾ ആ വിത്തുകൾ കഴിക്കുന്നത്. ആ വിത്തുകൾ കഴിച്ചു, അവിടെ കൊണ്ടുവച്ച് ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു. വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അതിന്റെ വില ചോദിച്ചിട്ട് ആ വില ആ കടയിൽ മാർക്ക് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം മാർക്ക് അടുത്ത കടയിലേക്ക് കടന്നു. അവിടെ ശരിക്കും രുചികരമായ രീതിയിൽ ഇറച്ചി കഷ്ണങ്ങൾ വേവിച്ച് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ഒരു സൈഡ് ഡിഷ് പോലെ കടിച്ച് കഴിക്കാൻ കഴിയുന്ന ആ ഇറച്ചി കഷ്ണങ്ങൾ കുറെ മാർക്ക് ഒരു പ്ലേറ്റിലേക്ക് വാങ്ങിച്ചു. ആ പ്ലേറ്റ് മാർക്ക് തൊട്ടുമുള്ള മേശപ്പുറത്ത് വെച്ചു. ആവശ്യമായ വെള്ളമൊക്കെ വാങ്ങിച്ച് മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് മാർക്ക് അത് കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് കാഴ്ചക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ സാക്ഷാൽ സിറ്റി ലോഡുമുണ്ട്. ആ സിറ്റിയുടെ തലവൻ ഈ കാഴ്ചകളൊക്കെ മുകളിലത്തെ ഒരു നിലയിൽ നിന്ന് നോക്കുകയാണ്. അതേസമയത്ത് മറ്റൊരു മുറിയുടെ മുന്നിലെ ബാൽക്കണിയിൽ ഇരുന്ന് 2 ചെറുപ്പക്കാർ മാർക്കിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാൾ പറഞ്ഞു, ഇവൻ കൊള്ളാമല്ലോ, ഹെവൻലി ക്ലൗഡ് സെക്ഷനെ പരസ്യമായിട്ടാണല്ലോ അവൻ വെല്ലുവിളിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ ഒരാൾ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ വെല്ലുവിളിക്കുന്നത് കാണുന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഉറക്കെ ആ പോലീസ് തലവനോട് പറഞ്ഞു, എന്തായി, എവിടെ ലിയാൻഡർ? അവൻ സമയത്ത് വന്നില്ലെങ്കിൽ നിന്നെ ഒറ്റയെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടത്തില്ല. മാർക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ജീനിയസ് എന്നറിയപ്പെടുന്ന ലിയാൻഡ്രയാണ്. ആ ലിയാൻഡർ സമയത്ത് വന്നില്ലെങ്കിൽ
മാർക്ക് ആ ഗൂ സിറ്റി അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞപ്പോ ശരിക്കും ഒരു അമ്പരപ്പ് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുണ്ട്. മാർക്ക് ഫെല്ലറുടെ പടം അവിടെ ആ നഗരത്തിൽ തലങ്ങ് വിലങ്ങ് ഒട്ടിച്ചിട്ടുണ്ട്. ആ പടത്തിൽ കാണുന്ന മാർക്ക് ഫെല്ലറെ എല്ലാവർക്കും അറിയാം. മാർക്ക് ഫെല്ലറുടെ തലയ്ക്ക് ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ വില പറഞ്ഞിരിക്കുകയാണ്. മാർക്കിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകൾക്ക് വൻ തുകയാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഓഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മാർക്ക് അവിടെ ഇരുന്നിട്ട് ആ ഹെവൻലി ക്ലൗഡ് സെഷന്റെ ആ ജീനിയസ് എവിടെയെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു അമ്പരപ്പിലാണ് അവിടെയുള്ള മുഴുവൻ ആളുകളും. മാർക്ക് അങ്ങനെ കാത്തിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് ആ പക്ഷികൾ പറന്നിറങ്ങുകയാണ്. ആ പക്ഷികൾ ആ സ്ക്വയറിന്റെ നേരെ മുകളിലെത്തിയതും ആ പക്ഷികളുടെ മുകളിൽ നിന്ന് ആ മൂവർ സംഘം താഴേക്ക് ചാടി. ഏറ്റവും മുന്നിൽ സാക്ഷാൽ ലിയാൻഡർ ഇടതും വലതുമായി രണ്ട് മൈറ്റി വാരിയേഴ്സ്. മാർക്ക് ഫെല്ലർ ലിയാൻഡറെ കണ്ടു. ലിയാൻഡർ എന്തോടാ താമസിക്കുന്നത്? ലിയാൻഡറെ കണ്ടുടൻ മാർക്ക് ഫെല്ലർ ചോദിച്ച ചോദ്യം ശരിക്കും ആ സ്ക്വയറിലുള്ള ആളുകളെ ഞെട്ടിച്ചു എന്നല്ല, അമ്പരപ്പിച്ചു എന്ന് എന്ത് വാക്കുകൊണ്ട് പറയണമെന്ന് അറിയത്തില്ല. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ദ ഒൺ ആൻഡ് ഓൺലി ലിയാൻഡറാണ് അവിടെ നിൽക്കുന്നത്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ജീനിയസ് എന്നറിയപ്പെടുന്ന ആ ലിയാൻഡറുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ ശൈലിയിൽ ഒരാൾ സംസാരിക്കുമെന്ന് അവരെങ്ങനെയാ ധരിക്കുക? കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.